എല്ലാവർക്കും ന്യൂജൻ മാത്ത് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ 9ാം ക്ലാസ്സുകാർക്ക് വേണ്ടിയാണ്. 9ാം ക്ലാസ്സിലെ മൂന്നാമത്തെ ചാപ്റ്റർ ആയ പാരലൽ ലൈൻസിലെ എല്ലാ വരയ്ക്കുന്ന ചോദ്യവും നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ വരച്ചു പഠിച്ച് തീർക്കാനായിട്ട് പോവുകയാണ്. ഇവിടെ ഒരു ലൈൻ ഞാൻ കൊടുത്തിട്ടുണ്ട്, AB എന്ന് പറയുന്ന വര. AB എന്ന വരയ്ക്ക് നമുക്ക് എന്താണ് ചാപ്റ്ററിന്റെ പേര്? പാരലൽ ലൈൻ. അപ്പൊ AB എന്ന വരയ്ക്ക് എങ്ങനെയാണ് പാരലൽ ലൈൻ വരയ്ക്കുന്നത്? പാരലൽ ലൈൻ എന്തുവാ? റെയിൽപാളം പോലെ കൂട്ടിമുട്ടാതെ ഇവിടെ കൂടെ ഒരു വര വരയ്ക്കണം. അപ്പോ ABക്ക് പാരലൽ ലൈൻ എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് ആദ്യം പഠിക്കാം. ഇപ്പൊ AB എന്ന് പറയുന്ന ഈ വരയ്ക്ക് പാരലൽ ലൈൻ വരയ്ക്കണമെങ്കിൽ ഇതുപോലത്തെ സെറ്റ് സ്ക്വയർ നിങ്ങളുടെ കയ്യിൽ വേണം. ഇവിടുത്തെ ആംഗിൾ എത്രയാണ്? ഇവിടുത്തെ ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കണം. അങ്ങനെയുള്ള ഇതുപോലത്തെ സെറ്റ് സ്ക്വയർ ഉണ്ടെങ്കിൽ കറക്റ്റ് നമുക്ക് ഏതിനാണോ പാരലൽ ലൈൻ വരയ്ക്കേണ്ടത് അതിന്റെ മുകളിൽ കൊണ്ടുവന്ന് ഇങ്ങനെ വെക്കണം. കണ്ടോ? കറക്റ്റ് നേർക്കായിട്ട് വെക്കണം. കണ്ടല്ലോ? നമ്മൾ ആ സെറ്റ് സ്ക്വയർ ഞാൻ എന്ത് ചെയ്തു? AB എന്ന വരയ്ക്ക് നേരെ കൊണ്ടുവച്ചു. എന്നിട്ട് സ്കെയിൽ എടുത്ത് ഇപ്പുറത്തെ സൈഡിൽ കൊണ്ടുവയ്ക്കണം. കണ്ടോ? ആ സെറ്റ് സ്ക്വയർ എന്ന് വെച്ചാൽ ആ സെറ്റ് സ്ക്വയറിനെ പിടിച്ച് നമുക്ക് ഇങ്ങനെ വെക്കണം. കണ്ടോ? കറക്റ്റ് ആ ലൈൻ കാണാൻ പറ്റരുത്, അതുപോലെ ഇങ്ങനെ പിടിക്കണം. എന്നിട്ട് ഈ സ്കെയിലിലൂടെ ഒപ്പം ചേർത്ത് ഇങ്ങനെ താഴോട്ട് നിരക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതുപോലെ കണ്ടോ? ഇവിടെ ഒരു വര വരച്ചാൽ അവിടെ ഒരു പാരലൽ ലൈൻ വന്നു. അടുത്ത താഴോട്ട് ഞാൻ നിരക്കിയിട്ട് ഞാൻ ഒന്നുകൂടെ വരച്ചു കഴിഞ്ഞാൽ ഇവിടെയും പാരലൽ ലൈൻ വന്നു. കണ്ടോ? നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഇതിന് പാരലൽ ആണ് ഈ വര. ഈ വരയും ഇപ്പോ ഞാൻ വരച്ച PQ എന്ന് പറയുന്ന വരയും പാരലൽ ആയിരിക്കും. അല്ലെങ്കിൽ PQ-നെ വിട്ട് താഴെ ഞാൻ മറ്റൊരു വര വരച്ചിട്ടുണ്ട്, ST. അതും എന്ത് തന്നെയായിരിക്കും? ABക്ക് പാരലൽ ആയിരിക്കും. പാരലൽ ആവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ദൂരം നിങ്ങൾ അളന്നു നോക്കുക. സ്കെയിലിലോട്ട് അളന്നു നോക്കിയാണ് ആ ദൂരം എത്രയുണ്ട്? 2.7 ഉണ്ടെന്ന് നിങ്ങൾക്ക് കാണാം. അത് തന്നെയായിരിക്കും. എത്രയുണ്ടോ അല്ലെങ്കിൽ 6ന്റെ ഇടയിലാണെങ്കിൽ അതുപോലെ തന്നെ എന്ത് ചെയ്യും? എല്ലായിടത്തും ഈ ഡിസ്റ്റൻസ് ഒരിക്കലും എന്ത് ചെയ്യത്തില്ല? മാറില്ല. അതുകൊണ്ടാണ് AB പാരലൽ ടു PQ. എങ്ങനെ എഴുതുന്നത്? AB പാരലൽ ടു BQ. കണ്ടോ? BQ അല്ലെങ്കിൽ PQ. നമ്മുടെ സ്ഥലം എന്താ? PQ ആണ്. PQ. അതുകൊണ്ട് AB പാരലൽ ടു PQ എന്ന് എഴുതാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് എഴുതാം AB എന്ന് പറയുന്നത് പാരലൽ ടു ST ആണ്. ഏതാണ്? ST ആണ്. ഓക്കെ ആണ്. അപ്പൊ ഇങ്ങനെയാണ് പാരലൽ ലൈൻ വരയ്ക്കുന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് കാണാം AC എന്ന് പറയുന്ന ഈ മുഴുവൻ നീളം 6 സെന്റിമീറ്റർ ആണ്. ഈ 6 സെന്റിമീറ്ററിനെ AB എന്നും BC എന്നും ഞാൻ മുറിച്ചിട്ടുണ്ട്. സെയിം PR എന്ന് പറയുന്ന നീളവും നിങ്ങൾക്ക് കൂട്ടുമ്പോൾ അറിയാം 6 സെന്റിമീറ്റർ. അതിനെ 2 എന്നും 4 എന്നും ഞാൻ മുറിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ പഠിക്കേണ്ടുള്ള ഏറ്റവും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം മനസ്സിലാക്കുക. നിങ്ങൾ പണ്ടൊക്കെ പഠിച്ചതാണ് റേഷ്യോ അല്ലെങ്കിൽ എന്താണ്? അംശബന്ധം. റേഷ്യോ അല്ലെങ്കിൽ എന്താണ്? അംശബന്ധത്തെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. അംശബന്ധം എന്ന് പറയുന്നത് ഒരു പാർട്ടും മറ്റൊരു ഭാഗവും തമ്മിലുള്ള റിലേഷൻ. ഇവിടെ ABയും BCയും തമ്മിലുള്ള റിലേഷൻ ആണ് ഞാൻ എഴുതാൻ പോകുന്നത്. ABയും BCയും. AB ഈസ് ടു BC എന്നാ പറയുന്നത്. എന്ന് വെച്ചാൽ എന്തുവാ? റേഷ്യോ ആയതുകൊണ്ട്. AB ഈസ് ടു BC കാണാൻ പറഞ്ഞാൽ എങ്ങനെയാ കണ്ടുപിടിക്കുന്നതെന്ന് ആലോചിക്കണം. ABയെ BCയുമായിട്ട് അങ്ങ് ഡിവൈഡ് ചെയ്യണം. കേട്ടോ? AB ഈസ് ടു BC കണ്ടുപിടിക്കാൻ ABയെ BCയുമായിട്ട് ഡിവൈഡ് ചെയ്യുക. ABയുടെ നീളം എത്ര? 3. 3/3 എന്ന് ഉത്തരം കിട്ടും. 3/3 എന്ന് പറഞ്ഞ ഉത്തരം 1 ആണ്. അല്ലെങ്കിൽ നമുക്ക് ഈ 1ന്റെ താഴെ ഒന്നുമില്ലെങ്കിൽ by 1 എന്നും കൂടെ ഇട്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് പറയാം ABയും BCയും തമ്മിലുള്ള റേഷ്യോ 1:1 ആയിരിക്കും. എത്രയായിരിക്കും? 1:1. നമ്മുടെ ചാപ്റ്റർ പഠിക്കാൻ നേരത്തെ ഇനി നിങ്ങൾ മനസ്സിലാക്കണം, ഒരു ലൈനെ കൃത്യം നടുക്ക് വെച്ച് മുറിച്ചാൽ അവിടുത്തെ റേഷ്യോ എത്രയായിരിക്കും? 1:1. ഓക്കെ. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കുക, PQ എന്ന് പറയുന്ന ലൈനും QR എന്ന് പറയുന്ന പാർട്ടും തമ്മിലുള്ള റേഷ്യോ നമുക്ക് കണ്ടുപിടിക്കണം. എന്ന് പറഞ്ഞാൽ PQയുടെ എത്ര ഭാഗമാണ് QR? കാണുമ്പോഴേ 2ന്റെ ഡബിൾ ആണ് 4. അപ്പൊ റേഷ്യോ പറയാൻ PQനെ എന്ത് ചെയ്യുക? ആ QR-ഉമായിട്ടൊന്ന് ഡിവൈഡ് ചെയ്യുക. ഉത്തരം 2/4. PQ എന്ന് പറഞ്ഞാൽ എത്ര സെന്റിമീറ്റർ? 2. QR എന്ന് പറഞ്ഞാൽ എത്ര സെന്റിമീറ്റർ? 4. 2/4നെ ഏതുകൊണ്ട് ഭാഗിക്കാൻ പറ്റും? 2 കൊണ്ട് മുകളിലും 2 കൊണ്ട് മുകളിലും. അപ്പൊ ഉത്തരം 1/2 എന്ന് പറയുന്നത് കിട്ടും. അപ്പൊ ഈ ബൈനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാതെ ഈ കുത്തുപോലെ ചിന്തിച്ചാൽ മതി. ഈ ബൈ തന്നെയാണ് ഈ ബൈ. PQന്റെ റേഷ്യോ എത്രയായിരിക്കും? 1:2 ആയിരിക്കും റേഷ്യോ. അപ്പൊ ഒരു ലൈനെയൊക്കെ മുറിക്കാൻ ഇനി പറയും 1:2 മുറിക്കാൻ പറഞ്ഞാൽ അതിന്റെ അർത്ഥം എത്രയാണ്? ഒരു കഷ്ണത്തിന്റെ ഡബിൾ ആയിരിക്കും. അതാണ് 1:2. 1:1 എന്ന് പറഞ്ഞാൽ എന്തുമായിരിക്കും? കൃത്യം നടുക്കായിരിക്കും. 3 എന്ന് മുറിച്ചാൽ 1:1 ഉം 2ഉം അതിന്റെ ഡബിൾ ആയ 4ഉം മുറിച്ചാൽ അതിന്റെ റേഷ്യോ 1:2 ഉം.
ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നു 3 പാരൽ ലൈൻ വരച്ചിട്ടുണ്ട്. എത്ര പാരൽ ലൈൻ ഉണ്ട്? 3 പാരൽ ലൈൻ ഉണ്ട്. ഇതിന്റെ ഇടയിലുള്ള ഗ്യാപ്പ് എത്ര എന്ന് ചിന്തിക്കുന്നവരോട് ഞാൻ പറഞ്ഞുതരാം. ഇതിന്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് ആണ്, ഈ ഡിസ്റ്റൻസ് 2 സെന്റിമീറ്ററും ഈ തൊട്ട് താഴെയുള്ള പാരൽ ലൈനിന്റെ ഡിസ്റ്റൻസ് 2 സെന്റിമീറ്ററും. അപ്പൊ ഇതിന്റെ ഇടയിലുള്ള ഗ്യാപ്പുകൾ എത്ര? 2 സെന്റിമീറ്ററും 2 സെന്റിമീറ്ററും. ഇനി നിങ്ങൾ ചിന്തിച്ചു നോക്കിയാണ്, അപ്പൊ ഇവിടെ മൊത്തത്തിൽ എത്ര സെന്റിമീറ്റർ ഉണ്ട്? 4 സെന്റിമീറ്റർ ആണ് ദാ ഇവിടം മുതൽ ഇവിടം വരെ. ആ 4 സെന്റിമീറ്ററിനെ എങ്ങനെ ഞാൻ പാരൽ ലൈൻ വെച്ച് മുറിച്ചിട്ടുണ്ട്? 2 സെന്റിമീറ്റർ എന്നും 2 സെന്റിമീറ്റർ എന്നും. അപ്പൊ 2 സെന്റിമീറ്റർ 2 സെന്റിമീറ്റർ എന്ന് വെച്ചാൽ കൃത്യം പകുതി കൂടെയാണ് ഈ ലൈൻ പോയേക്കുന്നതെന്ന് അറിയാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരു 6 സെന്റിമീറ്റർ ലൈനെ ഞാൻ ഇവിടെ കൊണ്ടുവച്ചു. എന്താണ് ഞാൻ ചിന്തിക്കേണ്ടത്? ഈ പാരൽ ലൈനിന്റെ ഇടയിലോട്ട് ആരെ ഇങ്ങനെ കൊണ്ടുവയ്ക്കുന്നു? 6 സെന്റിമീറ്റർ ലൈനെ കൊണ്ടുവച്ചാൽ, ഇതാണ് നോക്കുന്നത്, സ്കെയിൽ ഉപയോഗിച്ച് നമുക്ക് ഇങ്ങനെ ഒന്ന് വെച്ചു നോക്കാം. കണ്ടതാണ്ട് ഇങ്ങനെ 6 സെന്റിമീറ്റർ ലൈൻ ഏതാ ഇതുപോലെ എനിക്ക് വെച്ചുകൂടെ? കാണുന്നുണ്ടല്ലോ 6. കണ്ട ഇവിടെ 0, ഇവിടെ വന്നിരിക്കുന്ന എത്രയാ? 6 ആണ്. എന്ന് പറയുമ്പോൾ ദാ ഇങ്ങനെ ചരിച്ച് എനിക്ക് എന്ത് വെക്കാൻ പറ്റും? 6 സെന്റിമീറ്റർ ലൈനെ വെച്ചു. കണ്ടോ? കൃത്യം ഈ ലൈൻ, ഇപ്പോ ഞാൻ വരച്ച ലൈൻ എത്രയാണ്? 6 സെന്റിമീറ്റർ ആണ്. ഇതിന്റെ ഇടയിലെ ഗ്യാപ്പ് 2 സെന്റിമീറ്ററും 2 സെന്റിമീറ്റർ ആണ്, അല്ലെങ്കിൽ 1:1 എന്ന റേഷ്യോ ആയതുകൊണ്ട് ഈ പാരൽ ലൈനിന്റെ ഗ്യാപ്പ് എത്ര റേഷ്യോ? 1:1 എന്ന റേഷ്യോ ആയതുകൊണ്ട്, എന്ന് വെച്ചാൽ കൃത്യം നടുക്കൂടെയാണ് ഈ ലൈൻ പോയേക്കുന്നത് കേട്ടോ. പാരൽ ലൈനിന്റെ ഈ രണ്ട് പാരൽ ലൈനിന്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് 4, കൃത്യം നടുക്കൂടെ ഈ പാരൽ ലൈൻ വന്നതുകൊണ്ട് അവിടുത്തെ റേഷ്യോ 1:1. എന്ന് പറയുമ്പോൾ 6 സെന്റിമീറ്റർ ലൈനെ എടുത്ത് ഈ പാരൽ ലൈനിന്റെ ഇടയിൽ കൊണ്ട് വെച്ചാൽ ഈ 6 സെന്റിമീറ്റർ ലൈനെ എങ്ങനെ മുറിച്ച് കിട്ടും മക്കളെ? 3 സെന്റിമീറ്റർ എന്നും 3 സെന്റിമീറ്റർ എന്നും മുറിഞ്ഞു പോകൂലേ? ഇതാ നോക്ക്, അളന്നു നോക്ക്. ഇതാ നോക്ക്, ദാണ്ട ഇവിടെ 3 സെന്റിമീറ്റർ കൃത്യം കണ്ടോ, 0യും ഇവിടം വരെ 3, ബാക്കി 3 മുതൽ 6 വരെ ഇവിടെ എങ്ങനെ മുറിഞ്ഞു കിട്ടും? 3 സെന്റിമീറ്റർ എന്നും 3 സെന്റിമീറ്റർ എന്നും മുറിഞ്ഞു കിട്ടും. അല്ലെങ്കിൽ ഏത് റേഷ്യോ മുറിഞ്ഞു പോയാൽ ലൈൻ? 1:1. ഇനി നിങ്ങൾക്ക് 8 സെന്റിമീറ്റർ ലൈനെ മുറിച്ചു കിട്ടണമെങ്കിലും ഈ പാരൽ ലൈനിൽ കൊണ്ടുവച്ചാൽ പോരെ? അത് ദാ എങ്ങനെ കോമ്പസ് ഉപയോഗിച്ച് വെച്ച് നോക്കാം. സ്കെയിൽ ഉപയോഗിച്ച് ഇങ്ങനെ അഡ്ജസ്റ്റ് ചരിച്ച് വെച്ച് എടുക്കാൻ പറ്റത്തില്ല. അതിനെക്കാട്ടി എളുപ്പം എന്താ നോക്കുക, 8 സെന്റിമീറ്റർ എന്തിലങ്ങ് എടുക്കുക? കോമ്പസിൽ കറക്റ്റ് ആയിട്ട് അങ്ങ് എടുക്കുക. കണ്ട 8 സെന്റിമീറ്റർ ഞാൻ കോമ്പസിൽ എടുത്ത് നിങ്ങൾക്ക് കാണാം. ഈ 8 സെന്റിമീറ്ററിൽ ഏതാണ്ട് ഇവിടെ ഇങ്ങനെ കോമ്പസ് വെക്കുക. കണ്ടോ? എന്നിട്ട് ഇതാ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. ഏറ്റവും താഴത്തെ പാരൽ ലൈനിൽ വെക്കുക, എന്നിട്ട് ഇങ്ങനെ വരയ്ക്കുക. കണ്ടോ? അപ്പൊ എവിടെയാണ് പാരൽ ലൈനിന്റെ വെച്ചാണ്ട്? ഇവിടെയാണ്. ഈ പോയിന്റും കളയരുത്. കണ്ടോ? ഇവിടെ നിന്നും എങ്ങോട്ടേക്ക് വരച്ചു ചേർക്കുക? ഈ പോയിന്റിലേക്ക് വരച്ചെടുക്കുമ്പോൾ അത് ഏത് ലൈനായി? 8 സെന്റിമീറ്റർ. അപ്പൊ 8 സെന്റിമീറ്റർ ലൈനെയും എനിക്ക് എന്ത് ചെയ്തു? 2 കഷ്ണങ്ങളായിട്ട് മുറിക്കാനായിട്ട് പറ്റി. എന്ന് പറയുമ്പോൾ ഈ ദൂരം എത്രയായിരിക്കും? 4 സെന്റിമീറ്റർ. ഇവിടെ മുതൽ ഇവിടം വരെ 4 ആയിരിക്കും. ഇവിടെ മുതൽ ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് എത്രയായിരിക്കും? 4. അപ്പൊ 8 സെന്റിമീറ്റർ ലൈനെയും എങ്ങനെ മുറിച്ചു കിട്ടി? 4 എന്നും മുറിച്ചു കിട്ടി. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്താ മനസ്സിലാക്കേണ്ടത്? പാരൽ ലൈനിന്റെ റേഷ്യോ ഏതാണോ, ഇവിടുത്തെ പാരൽ ലൈനിന്റെ റേഷ്യോ 2ഉം 2ഉം ആയിരുന്നു എന്ന് പറയുമ്പോൾ റേഷ്യോ 1:1 ആയിരുന്നു. അതുപോലെ ഈ റേഷ്യോ ആണെങ്കിൽ ഏത് ലൈൻ നിന്റെ ഇടയിൽ കൊണ്ട് ഇങ്ങനെ പ്ലേസ് ചെയ്താലും അത് എന്ത് ചെയ്യും? അതേ റേഷ്യോയിൽ ഇങ്ങനെ മുറിച്ച് കിട്ടും. കണ്ടോ? ഇവിടെയും 1:1 എന്ന റേഷ്യോയിലാണ് മുറിച്ചത്, ഇവിടെയും 1:1 എന്ന റേഷ്യോയിലാണ് മുറിച്ചത്. എന്തുകൊണ്ടാണ്? പാരൽ ലൈനിന്റെ റേഷ്യോ എത്രയാണ്? 1:1 ആണ്. അപ്പൊ ഒരു ലൈനെ മുറിക്കാൻ നമുക്ക് എന്ത് ഉപയോഗിക്കാം? ഇതുപോലത്തെ പാരൽ ലൈൻ ഉപയോഗിക്കാം. ഇവിടെ നിങ്ങൾക്ക് കുറച്ച് പാരൽ ലൈൻസ് കാണാം. ഇവിടെ AB എന്ന് പറയുന്നതും CD എന്ന് പറയുന്നതും EF എന്ന് പറയുന്നതും പാരൽ ലൈൻസ് ആണ്. ഇത് മൂന്നും പാരൽ ലൈൻസ് ആണ്. ഇനി ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ രണ്ട് പാരൽ ലൈനിന്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് 2 സെന്റിമീറ്റർ ആണ്. അതോടൊപ്പം എന്താ, ഈ പാരൽ ലൈനിന്റെ ഇടയിലുള്ള ദൂരം എന്ന് പറയുന്നത് 4 സെന്റിമീറ്റർ ആണ്. എന്ന് പറയുമ്പോൾ പാരൽ ലൈനിന്റെ ഗ്യാപ്പുകൾ തമ്മിലുള്ള റേഷ്യോ എത്രയാ? ഒരു ഗ്യാപ്പ്, ഈ ഗ്യാപ്പ് 2 സെന്റിമീറ്ററും മറ്റേ ഗ്യാപ്പ് എന്ന് പറയുന്നത് ഇവിടുത്തെ ഗ്യാപ്പ് 4 സെന്റിമീറ്ററോ എന്ന് പറയുമ്പോൾ ഇവിടുത്തെ റേഷ്യോ 2/4 ചെയ്യണം എന്ന് മനസ്സിലാക്കുക. അല്ലെങ്കിൽ 1/2 ആവും. 2/4 തന്നെയാണ്. 2ന്റെ പകുതി 1, 4ന്റെ പകുതി 2 എന്ന് പറയുമ്പോൾ ഇവിടുത്തെ റേഷ്യോ എത്രയാണ്? ഇവിടുത്തെ ലൈൻസിന്റെ ഇടയിലുള്ള റേഷ്യോ 1:2 ആണ്. ഇവിടുത്തെ ലൈൻസിന്റെ ഇടയിലുള്ള റേഷ്യോ 1. ഒരു നീളത്തിന്റെ ഡബിൾ ആയിരിക്കും ഇവിടെ കിട്ടുന്നത്. നമുക്ക് ഇവിടെ 2 ആണെങ്കിൽ ഇവിടെ 4 ആയിരിക്കും. അപ്പൊ നിങ്ങളോട് ഞാൻ ചോദിക്കുന്നു മക്കളെ, 1:2 ഇവിടെ ഇടയിലോട്ട് ഞാൻ 6 സെന്റിമീറ്റർ ലൈൻ അല്ല ഇപ്പം വെച്ചത്. ഈ 2 4 കൂട്ടിയ എത്ര സെന്റിമീറ്റർ? 6 സെന്റിമീറ്റർ. 6 സെന്റിമീറ്റർ ലൈൻ ഇവിടെ കൊണ്ടുവച്ചാൽ എങ്ങനെ മുറിച്ചു കിട്ടും? 2ഉം 4ഉം. എന്തുകൊണ്ടാ? 1:2 എന്ന് മുറിച്ച് കിട്ടും. അപ്പൊ ഞാൻ ചോദിക്കുന്നു, 9 സെന്റിമീറ്റർ വരെ ഇവിടെ കൊണ്ടുവച്ചാൽ എന്ത് സംഭവിക്കും? 9 സെന്റിമീറ്റർ വരെ ഇവിടെ കൊണ്ടുവച്ചാൽ
ഈ ലൈനിന്റെ റേഷ്യോ എങ്ങനെയാണ് 2, 4 എന്ന് വെച്ചാൽ റേഷ്യോ 1:2 എന്ന് പറയുമ്പോൾ 9 സെന്റിമീറ്റർ ലൈനെ എങ്ങനെ മുറിച്ച് കിട്ടും നമുക്ക് നോക്കാം. നമുക്ക് 9 സെന്റിമീറ്റർ ലൈൻ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താണ് ഇങ്ങനെ ഒന്ന് ചരിച്ചു വെച്ച് നോക്കാം. 9 സെന്റിമീറ്റർ ഞാൻ സ്കെയിലാണ് വെച്ച് നോക്കാം. അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെയും വെച്ച് പഠിക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ ഈ കോമ്പസിൽ എടുക്കുക. കോമ്പസിൽ എന്തെടുക്കുക? 9 സെന്റിമീറ്റർ കോമ്പസ് എടുത്തോണ്ട് വരിക. നമുക്ക് 9 സെന്റിമീറ്റർ അങ്ങനെ അങ്ങ് മാർക്ക് എളുപ്പമുണ്ടല്ലോ. ചുമ്മാ നമ്മൾ സ്കെയിൽ എടുത്ത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നതിനും കാട്ടി നല്ലത് നമുക്ക് എന്ത് ചെയ്യാം? ആ കോമ്പസിൽ 9 സെന്റിമീറ്റർ എടുക്കാം. എന്താ കണ്ടോ? 9 സെന്റിമീറ്റർ ഞാൻ കോമ്പസിൽ എടുത്തു. എന്നിട്ട് എവിടെയെങ്കിലും കൊണ്ട് താഴെ വെക്കുക. കണ്ടോ? അതാ താഴെ വെച്ചു. എന്നിട്ട് ഇതാ ഇവിടെ ഒന്ന് കട്ട് ചെയ്ത്. ഈ താഴെ വെച്ച പോയിന്റ് കളയല്ലേ? ദാണ്ട് ഇവിടെയാണ് നമ്മൾ എടുത്തത്. ഇവിടെയാണ് ആ പോയിന്റ്. അപ്പം 9 സെന്റിമീറ്റർ വരയെ ഈ പാരൽ ലൈനിന്റെ ഇടയിൽ കൊണ്ടുവച്ച എന്ത് സംഭവിക്കും എന്ന് നമുക്കൊന്ന് നോക്കാം. ഞാൻ ഈ വരച്ചു ചേർക്കുന്നത് എന്തായിരിക്കും? 9 സെന്റിമീറ്റർ വരയാ. നമുക്ക് നോക്കാം. ഈ കഷ്ണം എത്രയാന്ന് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടെന്ന് തോന്നുന്നു. ഇവിടെ 0 ഇവിടെ 3 എന്ന് പറയുമ്പോൾ 9 സെന്റിമീറ്റർ ആദ്യം മുറിച്ച് കിട്ടിയത് എങ്ങനെയാ? 3 സെന്റിമീറ്റർ എന്നും ബാക്കി അപ്പൊ എത്രയായിരിക്കും? 6 സെന്റിമീറ്റർ എന്നും മുറിഞ്ഞു കിട്ടി. എന്താ കാര്യം? ഈ പാരൽ ലൈൻസിന്റെ ഇടയിലുള്ള റേഷ്യോ ഏതാണ്? 1:2. അതുകൊണ്ട് ഏത് വര എടുത്തിന്റെ ഇടയിൽ കൊണ്ടുവച്ചാലും ഏത് റേഷ്യോ മുറിച്ചു കിട്ടും? 1:2 എന്ന റേഷ്യോയില് മുറിച്ചു കിട്ടും. അങ്ങനെയാണെങ്കിൽ മക്കളെ ഞാൻ ചോദിക്കുന്നു 10 സെന്റിമീറ്ററിനെയാണ് കൊണ്ടുവയ്ക്കുന്നതെങ്കിലോ? 10 സെന്റിമീറ്ററിനെ കൊണ്ടുവച്ച എങ്ങനെ ഇരിക്കും നമുക്ക് നോക്കാം. 10 സെന്റിമീറ്റർ നോക്കിക്കോണേ. 10 സെന്റിമീറ്ററിനെ ഇവിടെ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യുക. 10 സെന്റിമീറ്റർ നിങ്ങൾക്ക് കാണാം. ഇവിടെ ഞാൻ 0 ഈ ലൈനിൽ വെച്ചേക്കുന്നത്. ഈ ലൈനിൽ 10 ആണ്. അല്ലെങ്കിൽ കോമ്പസിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് വെക്കാം. ഞാൻ ഇങ്ങനെ അങ്ങ് വരച്ചു. അപ്പൊ ഈ ലൈൻ ഏതാ? ഞാനിപ്പം വരച്ചേക്കുന്നത് ഏതാണ്? 10 സെന്റിമീറ്റർ ലൈൻ. നമുക്കറിയാം 10 സെന്റിമീറ്റർ ലൈൻ ഏത് റേഷ്യോയിൽ മുറിയും? 1ഉം 2ഉം. അപ്പൊ നിങ്ങളൊന്ന് അളന്ന് നോക്കിയാണ് അത് കൃത്യമായിട്ട് അളക്കാൻ പറ്റില്ല. എന്തുകൊണ്ടാ? 10 സെന്റിമീറ്റർ ലൈനെ എങ്ങനെ പറയണം? ഇവിടെ എഴുതുന്നതിന്റെ ഡബിൾ ഇവിടെ പറയണം. ആ രീതിയിൽ കിട്ടുമോ? ഏത് റേഷ്യോ കിട്ടണം? 1:2. അപ്പൊ എങ്ങനെ എഴുതുന്നത് നോക്കണം. 10 സെന്റിമീറ്റർ ഇൻറ്റു എങ്ങനെയാണ് ഇതിന്റെ ആദ്യത്തേതാ ഈ നീളം കണ്ടുപിടിക്കാനുള്ള ഐഡിയ ആണ് പറഞ്ഞത്. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം 3.4 ആദ്യത്തെ ലെങ്ത് കിട്ടിയേക്കുന്നത്. എത്ര? 3.4 സംതിങ്. 4ഉം കഴിഞ്ഞിട്ടാണ് വന്നേക്കുന്നത്. 10 ഇൻറ്റു നമുക്ക് 1:2 മുറിച്ച അപ്പൊ 3ല് ഒരു പ്രാവശ്യം എന്ന് പറയുമ്പോൾ 10/3 എന്ന് വരും. 10/3 എന്ന് പറഞ്ഞാൽ എത്ര? കാൽക്കുലേറ്റർ നോക്ക്. ഇവിടെ എന്താ ചെയ്തത്? 10 ഇവിടെ മുതൽ ഈ ലൈൻ എത്രയാണ്? 10 സെന്റിമീറ്റർ നീളമാണ്. ആ 10 സെന്റിമീറ്റർ നീളത്തെ ഈ പാരലൈൻ്റെ ഇടയിൽ വെച്ചാൽ എങ്ങനെ മുറിഞ്ഞു കിട്ടും? 1:2 എന്ന് മുറിഞ്ഞു കിട്ടും. അപ്പൊ ആദ്യത്തെ കഷ്ണം കണ്ടുപിടിക്കാൻ 10/3 10 ഇൻറ്റു 1/3 1 എന്ന് പറഞ്ഞാൽ ഈ 1 ഈ 3 എവിടെ നിന്ന് പറഞ്ഞാൽ ഈ 2 കഷ്ണം 1ഉം 2ഉം കൂടെ കൂട്ടിയ 3. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? കാൽക്കുലേറ്ററിൽ ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം 10/3 കിട്ടിക്കഴിഞ്ഞാൽ ഈ നീളം 3.3333 എന്ന് കിട്ടും. കണ്ടോ? എത്ര 3 ഉണ്ടെന്ന് നോക്ക്. ഒരുപാട് 3 വരും. എന്ന് പറയുമ്പോൾ ദാ ഈ ലെങ്ത് കണ്ട ഈ ലെങ്ത് ഈ 10 മുതൽ നിങ്ങൾ നോക്കുമ്പോൾ കാണാം. ഇവിടെ നോക്ക് 3 കഴിഞ്ഞ് 4ന്റെ ഇടയിലോട്ടാ എന്ന് പറയുമ്പോൾ ഈ കഷ്ണം എത്രയായി? 3.3333 എന്ന് 4ലേക്ക് പോകുന്ന ഡിസ്റ്റൻസ് ആയിരിക്കും. അത് കണക്ക് ഈ ബാക്കി കഷ്ണം ഈ 10 സെന്റിമീറ്ററിന്റെ ബാക്കി കഷ്ണം എത്രയാന്ന് ചോദിച്ചാൽ 10 ഇൻറ്റു എന്ത് ചെയ്യണം? ഇവിടെ 2 അല്ലേ? ഇവിടെ 2 അല്ലേ? അപ്പൊ എന്ത് എഴുതണം? 2 ഡിവൈഡ് ബൈ ടോട്ടൽ റേഷ്യോ എത്രയാണ്? 2ഉം 3ഉം കൂടെ കൂട്ടിയ 3 എന്ന് പറയുമ്പോൾ 20 ഡിവൈഡ് ബൈ 3 വരും. 2ഉം 10 കൂടെ ഗുണിച്ചാൽ 20. 20/3 അതും നമുക്ക് എന്ത് ചെയ്യാം? കാൽക്കുലേറ്ററിൽ ഒന്ന് നോക്കാം. അപ്പൊ നമുക്ക് കാൽക്കുലേറ്റർ നോക്കാം. 20 ഡിവൈഡഡ് ബൈ 3 ചെയ്യുമ്പോൾ എന്ത് കിട്ടുന്നത്? 6.6666 ഒരുപാട് 6 എന്ന് പറഞ്ഞാൽ 6.6 കഴിഞ്ഞിട്ട് നിൽക്കുന്ന ഒരു അളവാ. നോക്കാം ഇതാണ് സ്കെയിലിലോട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം കറക്റ്റ് ആയിട്ട് കാണാം. ഇവിടെ 0 മുതൽ ഇവിടെ 5 കഴിഞ്ഞ് 6 കഴിഞ്ഞ് ഒരു അല്പം കണ്ടോ? അതാണ് ആരെന്ന് പറഞ്ഞ 6.666. ഈ സ്കെയിലിൽ നോക്കണേ 0 മുതൽ ഈ 6 കഴിഞ്ഞ് 5 കഴിഞ്ഞ് ഈ 6 കഴിഞ്ഞിട്ട് നിൽക്കുന്ന പോയിന്റ് ആണ് ഇത്. എന്ന് പറയുമ്പോൾ വാല്യൂ എത്ര? 6.6. അപ്പോ നിങ്ങൾക്ക് മനസ്സിലായി 10 സെന്റിമീറ്റർ ലൈനെ ഈ റേഷ്യോയിൽ മുറിക്കാൻ പറഞ്ഞാൽ ഇങ്ങനെയാണ് ഉത്തരം കിട്ടുക. 3.33ഉം 6.666 എന്നേ കിട്ടത്തുള്ളൂ കേട്ടല്ലേ. 10 സെന്റിമീറ്റർ ലൈനെ 1:2 ആയിട്ട് മുറിക്കാൻ പറഞ്ഞാൽ ഈ 2 വാല്യൂ ആണ് കിട്ടേണ്ടത്. അപ്പൊ ഇത് നമുക്ക് സ്കെയിൽ മാത്രം ഉപയോഗിച്ച് വരയ്ക്കാൻ പറ്റും? ഇല്ല. നമ്മൾ എന്ത് വരയ്ക്കണം? ഇതുപോലത്തെ പാരൽ ലൈൻ വരയ്ക്കണം. ഏത് റേഷ്യോ ആക്കണം? 1:2 പാരൽ ലൈനിന്റെ ഗ്യാപ്പ് എടുക്കണം. ഏതുപോലെ 2ഉം 4ഉം. എന്നിട്ട് അതിന്റെ ഇടയിലോട്ട് 10 വരച്ചാൽ നമുക്ക് ഇതുപോലെ കഷ്ണങ്ങൾ കിട്ടും. അതാണ് ഈ പാരൽ ലൈനിന്റെ ഗുണം. ഏത് വരയും എന്ത് ചെയ്യാൻ പറ്റും? ഒരു റേഷ്യോയിൽ ഇവിടെ 1:1 ആയിട്ട് മുറിച്ചു തരാൻ പറഞ്ഞാലും പാരൽ ലൈൻ ഉപയോഗിക്കാം. 1:2 ആയിട്ട് മുറിച്ചു തരാൻ പറഞ്ഞാലും എന്ത് ഉപയോഗിക്കാം? പാരൽ ലൈൻസ് ഉപയോഗിച്ച് നമുക്ക് ഏത് വരയും മുറിക്കാം. കണ്ടോ? 10 സെന്റിമീറ്ററിനെ മുറിച്ചതാ ഇതുപോലെ എടുത്തു വെച്ചു. ഈ ചാപ്റ്ററിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട ഇതാണ്. 7 സെന്റിമീറ്റർ ലോങ് ലൈനെ 3 തുല്യ ഭാഗങ്ങളാക്കണം. 3 ഈക്വൽ പാർട്സ് ആക്കണം. അതാണ് ചോദ്യം. 7 സെന്റിമീറ്റർ ലൈനെ 3 കഷ്ണമാക്കണം. എങ്ങനെയുള്ളത്? ഈക്വൽ അല്ലെങ്കിൽ സമഭാഗങ്ങൾ.
എന്ന് വെച്ചാൽ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾ ചിന്തിച്ചാൽ 7നെ എത്ര ആയിട്ട് ഡിവൈഡ് ചെയ്യണം എന്നർത്ഥം 3. അതിനകത്ത് ഒരു മേല് കിട്ടുന്ന അളവ് തന്നെയല്ലേ ഉത്തരം. 7നെ 3 ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഈ ഒരു പ്രശ്നം വരുന്നത് നമുക്ക് കാൽക്കുലേറ്ററിൽ ഒന്ന് കാണിച്ചു തരാം. 7 ഡിവൈഡ് ബൈ 3 ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു കഷ്ണം ഇവിടുത്തെ ആൻസർ എന്ന് പറഞ്ഞാൽ 2.3333333 എന്ന് പറയുമ്പോൾ നമ്മുടെ ആ ഒരു കഷ്ണം എത്രയാണ്? ഇതാണ് 2.3333 പോകുന്നത്. അതാണ്ട് കണ്ടല്ലോ, 7നെ 3 ആയിട്ട് ഡിവൈഡ് ചെയ്ത് 2.333. ഇത് നമുക്ക് സ്കെയിൽ ഉപയോഗിച്ച് അളക്കാൻ പറ്റുമോ? സ്കെയിലിൽ നമുക്ക് ചെയ്യാൻ പറ്റുമോ? 7 സെന്റിമീറ്റർ അങ്ങോട്ട് വരച്ചിട്ട് 2.333 ഇട്ട് കുത്താൻ പറ്റുമോ? സ്കെയിലിനകത്ത് 2.3 കഴിഞ്ഞിട്ട് 333 എന്ന് പറഞ്ഞ അളവുണ്ടോ? ഇല്ല. അതുകൊണ്ട് 7 സെന്റിമീറ്റർ നമുക്ക് സ്കെയിൽ ഉപയോഗിച്ച് 3 പാർട്സ് ആക്കാൻ പറ്റത്തില്ല. എന്തുകൊണ്ടാ? ഒരു കഷ്ണം 2.3333 ആയിട്ടിരിക്കണം. അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്ന മാർഗം പഠിച്ചു വെച്ചേക്ക. 7 സെന്റിമീറ്റർ ആണ് ചോദിച്ചതെങ്കിൽ 7നെ പോലെ മറ്റു 3 പാർട്സ് ആക്കാൻ പറ്റുന്ന ആരെയാ നോക്കുകയാണ്. 6 സെന്റിമീറ്ററിനെ 3 പാർട്സ് ആക്കി കൂടെ. എങ്ങനെയാണ് 6നെ 3 ആക്കുക? മീൻസ് 6നെ എത്ര കൊണ്ട്? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പം കിട്ടും നിങ്ങൾക്ക് ഉത്തരം 3 2 6. നോക്ക്, 3 3 3 എന്ന് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഇത് തെറ്റാണ്. എങ്ങനെ ഡിവൈഡ് ചെയ്യുന്നത്? 2 2 2 എന്ന് ഡിവൈഡ് ചെയ്യാൻ പറ്റും. കണ്ടോ, ഈ മുകളിൽ കിട്ടുന്നതാണ് ഉത്തരം. അപ്പൊ 6 സെന്റിമീറ്ററിനെ 3 കഷ്ണമാക്കാം. ഇവിടെ ചോദിച്ചത് 7 സെന്റിമീറ്റർ. അതുകൊണ്ട് ഈ രണ്ടളവും നമ്മുടെ ഈ കണക്കിന് വേണം. 7നെ നമ്മൾ എടുക്കണം, 6നെ എടുക്കണം. ചെയ്യാൻ പറ്റുന്നത് എടുത്തു വെക്കുക, ചോദിച്ച് എടുത്തു വെച്ചേക്കുന്നത് എടുത്തു വെക്കുക. എന്നിട്ട് വരയ്ക്കാൻ നമുക്ക് പഠിക്കാം. എങ്ങനെയാന്ന് ചോദിച്ചാൽ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? സ്കെയിൽ എടുക്കണം. കണ്ടോ, സ്കെയിൽ എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ. എന്നിട്ട് ഇവിടെ ഏതിനെയാണോ ഡിവൈഡ് ചെയ്യാൻ പറഞ്ഞത്? 7നെയാണ്. അതുകൊണ്ട് 7 സെന്റിമീറ്റർ മാർക്ക് ചെയ്യുക. അതാണ്ട് 7 സെന്റിമീറ്റർ. 7 സെന്റിമീറ്റർ സ്കെയിലിൽ മാർക്ക് ചെയ്യുക. എന്നിട്ട് ഈ 6 സെന്റിമീറ്റർ ഒരളവും വേണ്ട, ഇവിടെ കുത്തിക്കൊണ്ട് ഒരു ചരിവ് എടുക്കുക. ചരിച്ചങ്ങ് വെക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ചരിവ് ഇങ്ങനെ അങ്ങ് ചരിച്ചു വെക്കല്. ഒരുവിധം ഒരു ചരിവ് പിടിക്കുക. അതാണ്ട് ഞാൻ ഇത്രത്തോളം ഒരു ചരിവ് പിടിച്ചിട്ട് അവിടെ ഈ 6 സെന്റിമീറ്റർ ആണ് മാർക്ക് ചെയ്യേണ്ടത്. 6 ആണ് കറക്റ്റ് ആയിട്ട് നോക്കിക്കോണേ. 6 സെന്റിമീറ്റർ അവിടെ നിർത്തണം. കണ്ടോ, 6 സെന്റിമീറ്ററിന്റെ അവിടെ നിർത്തി. ഇത് എത്ര സെന്റിമീറ്റർ? 6 സെന്റിമീറ്റർ. ഈ താഴത്തെ എത്ര സെന്റിമീറ്റർ? 7 സെന്റിമീറ്റർ. ഇനി നമ്മളോട് പറഞ്ഞേക്കുന്ന എത്ര പാർട്സ് ആകാനാ? 3 ഈക്വൽ പാർട്സ് ആക്കാൻ പറഞ്ഞു. എത്ര? 3 തുല്യ കഷ്ണം. എന്ന് പറയുമ്പോൾ 6നെ എങ്ങനെയാ തുല്യമാക്കുന്നത്? 2 2 2 എന്ന് പറയുമ്പോൾ ആ 6ന്റെ അവിടെ 2 2 2 കുത്തിടണേ. നോക്കുന്നുണ്ട്, 2 സെന്റിമീറ്റർ കഴിഞ്ഞ് ഇവിടെ ഇട്ടിട്ട് 4 സെന്റിമീറ്റർ കഴിഞ്ഞ് ഇവിടെ ഇട്ടു. എന്ന് പറയുമ്പോൾ ഈ നീളം 2, ഈ നീളം 2, ഈ നീളം എത്ര? 2. കണ്ടോ, ഇവിടെ ഡോട്ടുകൾ ഉണ്ട്. ഈ ഡോട്ടിനാണ് പ്രാധാന്യം. ഇനി എന്താ ചെയ്യുന്നത്? നമ്മുടെ ഈ ചാപ്റ്ററിന്റെ പേര് എന്തുവായിരുന്നു? പാരൽ ലൈൻ വരയ്ക്കും. നമ്മൾ എന്ത് വരയ്ക്കും? പാരൽ ലൈൻ. പാരൽ ലൈൻ വരച്ചാൽ 7നെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. നമ്മൾ തൊട്ട് മുമ്പേ പഠിച്ചതാ. അപ്പൊ പാരൽ ലൈൻ വരയ്ക്കാൻ ഈ അവസാനിച്ചത് ഇത് 6 സെന്റിമീറ്റർ, ഇത് 7 സെന്റിമീറ്റർ. ഈ 2 പോയിന്റ് കൂടെ ചേർത്ത് വരയ്ക്കുക. ഫസ്റ്റ് അതാണ് പരിപാടി. ഇത് രണ്ടും കൂടെ അങ്ങ് ചേർത്ത് വരയ്ക്കുക. വരച്ചേ, നോക്കിക്കോണം. ഇത് രണ്ടും കൂടെ ചേർത്ത് അങ്ങ് വരയ്ക്കുക. കണ്ടോ, ഇനിയാണ് മെയിൻ പരിപാടി. ഇതിന് പാരൽ ആയിട്ട് ഇതുവഴി ഒരു ലൈൻ പോണം. കേട്ടല്ലേ? ഏതിന് പാരൽ? ഇതിന് പാരൽ ആയിട്ട് ഇതുവഴി ഒരു ലൈൻ പോണം. പാരൽ ലൈൻ വരയ്ക്കാൻ എന്തെടുക്കും? സെറ്റ് സ്ക്വയർ. തുടക്കത്തിലേ പറഞ്ഞതാ. ആ സെറ്റ് സ്ക്വയർ അതുപോലെ കൊണ്ട് ഈ ചരിവി പിടിച്ചു പോയി. കണ്ടോ, ചരിവി പിടിച്ചു വെച്ചേ. എന്നിട്ട് സ്കെയിൽ ഇതുപോലെ പോയി. സ്കെയിൽ അതിന്റെ അടുത്ത് ചേർത്തങ്ങ് വെച്ചാൽ മതി. കണ്ടല്ലേ? പക്ഷെ നമുക്ക് വരയ്ക്കേണ്ട പോയിന്റ് ഇവിടെയാണ്. അതുകൊണ്ട് ഇങ്ങനെ വെക്കണേ. നമുക്ക് ഈ പോയിന്റ് വേണം. കണ്ടല്ലേ? പാരൽ ലൈൻ കണ്ടല്ലേ വെച്ചത്? കണ്ടല്ലേ? ഈ ഒരു ലൈന് സെറ്റ് സ്ക്വയർ കൊണ്ട് ഇങ്ങനെ വെക്കണം. കണ്ടല്ലേ? ചരിച്ചു വെച്ചു. എന്നിട്ട് സ്കെയിൽ വേണം, എന്നാലേ നിരക്കാൻ പറ്റും. ഈ സ്കെയിൽ അവിടെ അഡ്ജസ്റ്റ് ചെയ്തിരുന്നു. അതിനെ ചേർത്ത് ഉരച്ചോണ്ട് വരണം. ഇങ്ങനെ ഉരച്ചോണ്ട് എവിടെ കൊണ്ട് നിർത്തണം? ആ പോയിന്റിൽ, നേരത്തെ പറഞ്ഞ പോയിന്റിൽ 2 സെന്റിമീറ്ററിന്റെ പോയിന്റ് ഉണ്ടല്ലോ, അവിടെ എത്തുമ്പോൾ നിർത്തുക. എന്നിട്ട് സെറ്റ് സ്ക്വയർ നല്ല സ്ട്രോങ് ആയിട്ട് പിടിച്ചിട്ട് ഞാൻ വരയ്ക്കും. നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഇവിടെയാണ് പെൻസിൽ വെക്കുന്നത്. ശ്രദ്ധിച്ചേതാണ്ടേ ഇവിടെ അങ്ങ് വരച്ച്. കണ്ടല്ലേ? എന്നിട്ട് അവിടെ നിർത്തരുത്, ഇത് എടുക്കരുത്. എടുക്കാതെ പിന്നെ നിരക്കി കൊണ്ടുവന്ന് മറ്റേ 2 സെന്റിമീറ്ററിന്റെ കുത്തിട്ട ഭാഗത്തേക്ക് നിരക്കി കൊണ്ടുവരിക. പയ്യെ വന്നാൽ മതി കേട്ടോ. സമയം എടുത്ത് വരച്ചാണ്ട. സെറ്റ് സ്ക്വയറിന് അതുപോലെ നിർത്തിയിട്ട് ഇതിങ്ങനെ വരച്ചിടുക. കണ്ടോ, ഇങ്ങനെ വരച്ചു കഴിയുമ്പോൾ ഇതുപോലെ കിട്ടും. ഇതാണ് നിങ്ങൾക്ക് കിട്ടുന്ന 3 പാർട്സ്. കണ്ടോ, അപ്പൊ 7 സെന്റിമീറ്റർ ലൈൻ എത്ര പാർട്സ് ആക്കി നോക്ക്? എ ബി എന്ന് പറയുന്ന ഒരു പാർട്ട്, സി എന്ന് പറഞ്ഞൊരു പാർട്ട്, ഡി. അപ്പൊ ഏതൊക്കെ കഷ്ണങ്ങളാക്കി? എ ബി എന്ന് പറയുന്നതും ബി സി എന്ന് പറയുന്നതും സി ഡി എന്ന് പറയുന്ന 3 എന്ത് പാർട്സ് ആക്കി? ഈക്വൽ പാർട്സ്. കണ്ടോ, 7 സെന്റി ഈ ടിക്ക് ഇട്ടേക്കുന്ന കഷ്ണങ്ങളാണ് നിങ്ങളുടെ 7 സെന്റിമീറ്ററിന് ഏത് പാർട്സ് ആക്കിയത്? 3 ഈക്വൽ പാർട്സ് ആക്കിയത്. വേണമെങ്കിൽ ഒന്ന് അളന്ന് കാണിച്ചു തരാം. നമുക്ക് കിട്ടേണ്ടത് 2.3333 ആയിട്ടാണ്. അപ്പൊ ഒരു ഏകദേശം എത്ര വരും എന്ന് നോക്കാം. നമുക്ക് 2.നും 3ക്കും ഇടയിൽ വരും. എത്രയിനൊക്കെ? 2.2നും 3ക്കും ഇടയിൽ, അല്ലെങ്കിൽ 3ക്കും ശരി അങ്ങോട്ട് മുന്നോട്ട് നിൽക്കുന്നത്. നമുക്ക് നിങ്ങൾ വരച്ചിട്ട് നിങ്ങൾ തന്നെ സ്കെയിൽ ഉപയോഗിച്ച് നോക്കിയത്. അപ്പൊ 2.3333 വരച്ചത് എങ്ങനെയാണെന്ന് മനസ്സിലായി. അപ്പൊ 7 സെന്റിമീറ്റർ ലോങ് ലൈനെ 3 ഈക്വൽ പാർട്സ് ആക്കുന്നത് മനസ്സിലായേ. 7 സെന്റിമീറ്റർ താഴെ അടിക്ക് വരയ്ക്കണം. പക്ഷെ ഇവിടെ ഒരാളും കൂടെ എടുത്ത് വെക്കണം. 6 സെന്റിമീറ്റർ നമുക്ക് മുറിക്കാൻ പറ്റുന്ന 6നെ എടുത്ത് സൈഡിൽ വരയ്ക്കണം. പാരൽ ലൈൻ വരയ്ക്കണം. സെറ്റ്.
തന്നിരിക്കുന്നതാണ് അടുത്ത ചോദ്യം. 10 സെന്റിമീറ്റർ വരെ എത്ര പാർട്സ് ആക്കണം? 3 ആക്കണം. അപ്പോഴും നിങ്ങൾക്കറിയാം 10 സെന്റിമീറ്റർ വരെ 3 പാർട്സ് ആക്കാം മീൻസ് 10നെ 3 കൊണ്ട് ഹരിക്കുക എന്നല്ലേ പറയണേ. നേരത്തെയും കാണിച്ചു തന്നെയാണ്. 10നെ 3 കൊണ്ട് ഹരിച്ചാൽ ഉത്തരം നോക്ക് 3.3333 എന്ന് പറയുന്ന ഒരു അളവാണ് വരേണ്ടത്. ഒരു കഷ്ണം 3.33 വരയ്ക്കാൻ പറ്റുമോ? ഇല്ല. 3.33 വരയ്ക്കാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് 10നെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇതുപോലെ 3 പാർട്സ് ആക്കാൻ പറ്റുന്ന മറ്റൊരു ലൈനെ ചിന്തിക്കണം. മീൻസ് 9. 9നെ 3 പാർട്സ് ആക്കാൻ പറ്റില്ല. എന്തുകൊണ്ടാ? 3 3 3 ഇങ്ങനെ ഡിവൈഡ് ചെയ്തുകൂടെ? അല്ലെങ്കിൽ 9നെ 3 ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 എന്ന് പറഞ്ഞ ആൻസർ കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കറിയാം ആദ്യം എന്ത് വരയ്ക്കണം? ദാ ഇവിടെ വരച്ച ചിത്രം ഓർമ്മയുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും സെറ്റ് ആയിട്ട് പെട്ടെന്ന് ചെയ്യാം. ആദ്യമേ താഴെ അടിക്ക് വരയ്ക്കേണ്ടത് ഏതാ? 10. ചരിച്ച് വരയ്ക്കേണ്ടത് എത്ര? 9. ദാ ഇത് നോക്കിക്കോണം. പഠിച്ചവരും നോക്കിക്കോ, പഠിക്കാത്തവരും ഒക്കെ വരച്ചെടുക്കുക. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പരിപാടിയാണ്. ആദ്യം എന്ത് വരയ്ക്കണം? 10 സെന്റിമീറ്റർ. ഇവിടെ 10 ദാ 10 സെന്റിമീറ്റർ ഞാൻ വരച്ചു. ഓക്കെ ആണ്. ഇതാണ്ട് 10 സെന്റിമീറ്റർ ഇവിടെ. ചരിച്ച് എത്ര വരയ്ക്കണം? ചരിച്ച് ഇങ്ങനെ അങ്ങ് ചരിച്ച് പിടിക്കില്ലെന്ന് ഞാൻ പറഞ്ഞു. അവിടെ ഒരു ആവശ്യത്തിന് വേണ്ടിയുള്ള ചരിവ് നിങ്ങളുടെ ബുക്കിൽ നിർത്തുന്നതനുസരിച്ച് ചരിവ് പിടിച്ചാൽ മതി. ഓക്കെ ആണ്. അപ്പൊ ചരിവിൽ എത്ര വരയ്ക്കണ്ടേ? 9. ഏതാണ്ട് എത്രയാണ്? 9. ഏതാണ്ട് പെട്ടെന്ന് പോട്ടെ 9 എവിടെ? 80 എവിടെ? ഇതാ ഇവിടെ നിർത്തി. ഇനി ഇവിടെ തന്നെ നമുക്ക് എത്ര കഷ്ണം വെച്ച് മാർക്ക് ചെയ്യാം? 3 3 3. ഏതാണ്ട് ഇവിടെ ഒരു കുത്തിടുക, 3ന്റെ അവിടെ, 6ന്റെ അവിടെ ഒരു കുത്തിടുക. കണ്ടല്ലേ? ഞാൻ എല്ലാം ചെയ്ത്. കണ്ട ഇവിടെ 3. കണ്ട ഇതെത്ര? 3. ഇതെത്ര? 3. ഇതെത്ര? 3. ടോട്ടൽ ഈ നീളം എത്ര? 9 സെന്റിമീറ്റർ. താഴെ ടോട്ടൽ എത്ര നീളം? 10 സെന്റിമീറ്റർ. ഇനി എന്തുവാ അടുത്ത പരിപാടി? അടുത്ത പരിപാടി എന്തുവാ? ഇത് തമ്മിൽ എന്ത് ചെയ്യണം? ഇത് തമ്മിൽ എന്ത് ചെയ്യണം? ഇത് തമ്മിൽ എന്ത് ചെയ്യണം? യോജിപ്പിക്കണം. കണ്ടോ? ഇനി എന്ത് പരിപാടി? പറ. ഇതിന് ഇതാ ഈ ലൈനിന് പാരലൽ ആയിട്ട് ഇതാ ഈ കുത്തിക്കൂടെയും വരയ്ക്കണം, ഈ കുത്തിക്കൂടെയും വരയ്ക്കണം. അതിന് എന്താ പരിപാടി? ഇതാ ഈ ചരിവ് ഇതുപോലെ പിടിക്കണം. 90 ഡിഗ്രി മൂലയാണ് കൊണ്ടുവരേണ്ടത്. 90 ഡിഗ്രി മൂലയുടെ അവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ വെക്കുക. 90 ഡിഗ്രി കണ്ടല്ലേ? ആ ലൈൻ കാണാത്ത രീതിയിൽ ഇങ്ങനെ ചരിച്ചു പിടിച്ചോണം. എന്നിട്ട് ഇതാ സ്കെയിൽ ഇങ്ങനെ കൊണ്ടുവന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നിരക്കാൻ വേണ്ടി. നിരക്കിയാൽ നമുക്ക് കൊണ്ടുപോകാം, എളുപ്പത്തിൽ പഠിക്കാം. ദാണ്ടെ ഇങ്ങനെ പിടിച്ചെല്ലാം സെറ്റ് ആണല്ലോ. അതാ ഇങ്ങനെ നിരക്കി കൊണ്ടുവന്ന് ആ പോയിന്റിന്റെ അവിടേക്ക് വെക്കുക. കണ്ടല്ലേ? കണ്ട ഞാൻ വെച്ചേക്ക് നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും. പയ്യെ മനസ്സിലാക്കാൻ ശ്രമിക്കുക, പെട്ടെന്ന് കിട്ടത്തില്ല. കണ്ടല്ലേ? ഞാൻ ലൈൻ വരച്ചു. എന്നിട്ട് പിന്നെയും നിരക്കി കൊണ്ടുവന്ന് നിരക്കി മറ്റേ പോയിന്റിന്റെ അവിടെ കൊണ്ടുവരിക. എന്നിട്ട് എന്ത് ചെയ്യുക? ലൈൻ വരയ്ക്കുക. ദാ വരച്ചു. ഓക്കെ. ദാണ്ടെ പാരലൽ ലൈൻ രണ്ടും വരച്ചു. ഈ കിട്ടിയ കഷ്ണമാണ് നോക്ക് എ ബി സി ഡി എന്ന് പറയുന്നതിനകത്തെ 10 സെന്റിമീറ്ററിനെ 3 ഈക്വൽ പാർട്സ് ആക്കിയത് എവിടെയാണെന്ന് ചോദിച്ചാൽ എ ബി ആണ് ഒരു പാർട്ട്, ബി സി ആണ് മറ്റൊരു പാർട്ട്, സി ഡി ആണ് മറ്റൊരു പാർട്ട്. അല്ലെങ്കിൽ നിങ്ങൾക്കറിയാതെ എത്രയാണ്? 3.333 വേണമെങ്കിൽ ചുമ്മാ ഒന്ന് നോക്കണമെങ്കിൽ ഒരു മോഹം ഉള്ളവർക്ക് ശരിയാണോ എന്നൊക്കെ നോക്കണം. കണ്ട 3.333 എന്ന് പറയുമ്പോൾ 3 യുടെയും ഒരു അല്പം വരൂ. 3.333 എന്ന് പറഞ്ഞാൽ 3 യുടെയും 4നും ഇടയിലായിരിക്കും. ഓക്കെ ആണ്, ജസ്റ്റ് വരും. ഓക്കെ ആണ്, കണ്ടല്ലോ? അപ്പൊ ഇതാണ് നമ്മുടെ എന്ത് 10 സെന്റിമീറ്റർ ലോങ് ലൈനെ ഏത് 3 ഈക്വൽ പാർട്സ് ആക്കിയ 3 കഷ്ണം. സെറ്റ് ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ. ഒരു കാര്യം കൂടെ ഇവിടെ ഒന്ന് പറഞ്ഞോട്ടെ. ഇവിടെ നമ്മൾ മുറിച്ചത് എങ്ങനെയാ? 3 ഈക്വൽ പാർട്സ് ആണ്. 3 ഈക്വൽ പാർട്സ് എന്ന് പറഞ്ഞാൽ 3 കഷ്ണങ്ങൾ എന്ന് പറയുമ്പോൾ റേഷ്യോ 1:1:1 ആണ് റേഷ്യോ. ഇവിടെയും നമ്മൾ മുറിച്ചത് എങ്ങനെയാ? 3 ഈക്വൽ പാർട്സ് ആണ്. 3 സമഭാഗങ്ങളായിട്ടാണ് മുറിച്ചത്. എന്ന് പറയുമ്പോൾ എല്ലാ കഷ്ണത്തിന്റെ റേഷ്യോ 1:1:1 ആയിരിക്കും. അല്ലെങ്കിൽ അപ്പം തുല്യമായി മുറിച്ചാൽ ഇപ്പൊ ദാണ്ട് ഇങ്ങനെ ഒരു 5 സെന്റിമീറ്റർ വരെ വരച്ചു. എന്നിട്ട് കൃത്യം നടുക്കൂടെ വരച്ചിട്ട് ഇവിടെ 2.5 ഇവിടെ 2.5 എന്ന് മുറിച്ചാൽ അത് ഏത് റേഷ്യോ? 1:1 റേഷ്യോ. അപ്പൊ ഈ വരച്ചതെല്ലാം 1:1:1 റേഷ്യോയിലാണ്. എന്ന് വെച്ചാൽ 1:1 റേഷ്യോയിലുള്ള കാര്യങ്ങളാണ് വരച്ചത്. എന്ന് വെച്ചാൽ ഈക്വൽ പാർട്സ് ആക്കുമ്പോൾ റേഷ്യോ 1:1 ആയിരിക്കും. ഇനി ഇതിന്റെ വ്യത്യസ്ത റേഷ്യോ വരുമ്പോൾ എങ്ങനെ വരയ്ക്കാന്ന് പഠിക്കാം. ഇവിടുത്തെ റേഷ്യോ മാറിയിട്ടുണ്ടല്ലേ? ഈ ക്വസ്റ്റ്യനിലെ റേഷ്യോ കണ്ടോ? റേഷ്യോ എന്ന് പറയുന്നത് എത്രയാ? 1:2 ആയിട്ടാണ് മുറിക്കേണ്ടത്. ഒരു കഷ്ണത്തിന്റെ ഡബിൾ കഷ്ണമാണ് അപ്പുറത്തായിട്ട് വരേണ്ടത്. അതുപോലെ ഏതിനെ മുറിക്കേണ്ട? 8 സെന്റിമീറ്ററിനെ മുറിക്കണം. അപ്പോ ഇതിന് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. അതിന്റെ ഒരു എളുപ്പ വഴി പറഞ്ഞുതരാം. നമ്മുടെ റേഷ്യോ കണ്ടോ? 1:2 ആണ് മക്കളെ റേഷ്യോ. ഈ റേഷ്യോയെ ഒന്ന് ഇരട്ടിച്ച് പറ നോക്ക്. 1നെ into 2 ആയിട്ട് ചെയ്തു. അതുകൊണ്ട് ഈ 1നെ 2 കൊണ്ട് ഗുണിച്ചു. അപ്പുറത്ത് 2നെ ഞാൻ 2 കൊണ്ട് ഗുണിച്ചു. ഉത്തരം എത്ര വരും? 2 സെന്റിമീറ്റർ എന്നും 4 സെന്റിമീറ്റർ എന്നും. മീൻസ് 2 സെന്റിമീറ്റർ 4 സെന്റിമീറ്റർ ഏത് റേഷ്യോ ആയാ? 1:2 അല്ലേ? നമുക്ക് 2ന്റെ ഡബിൾ അല്ലേ 4, 1ന്റെ ഡബിൾ അല്ലേ 2, 2ന്റെ ഡബിൾ അല്ലേ 4. അപ്പൊ അടുത്തതിന്റെ നിങ്ങൾക്ക് പെട്ടെന്ന് പറയാം. 3 സെന്റിമീറ്റർ ആണെങ്കിൽ ഡബിൾ പറ 6 സെന്റിമീറ്റർ. അല്ലെങ്കിൽ 4 സെന്റിമീറ്റർ ആണെങ്കിൽ ഡബിൾ പറ 8 സെന്റിമീറ്റർ. പക്ഷെ ഇത്രയും ഈ അളവ് വേണോ? ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ എത്ര സെന്റിമീറ്റർ ആയി പോകും? 6 സെന്റിമീറ്ററിനെ 2 എന്നും 4 എന്നും മുറിച്ചാൽ അത് ഏത് റേഷ്യോ? 1:2.
അടുത്ത നോക്ക് 9 സെന്റിമീറ്ററിനെ 3 എന്നും 6 എന്നും മുറിച്ചാൽ അത് ഏത് റേഷ്യോ 1:2. അപ്പൊ നമ്മുടെ ഇവിടെ തന്നേക്കുന്ന 8 അല്ലി 9 ഉണ്ടോ ഇല്ല, അതുകൊണ്ട് നമുക്ക് ഇതല്ലി എടുക്കാൻ പറ്റും. അപ്പൊ നമുക്ക് കണക്ക് ചെയ്യാൻ ദാ ഈ അളവ് എടുക്കാൻ പറ്റും. നോക്ക് എങ്ങനെ നമുക്ക് മുറിക്കാൻ പറ്റുന്ന അളവ് ഏത് എന്ന് നമ്മൾ എപ്പോഴും ചിന്തിക്കത്തില്ല. അത് ഏതാണ്? 6. 6നെ എങ്ങനെ മുറിക്കാം? 2 എന്നും 4 എന്നും. അപ്പൊ അത് ഏത് റേഷ്യോ? 1:2. അപ്പൊ ഇത്രയും ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സ്കെയിൽ എടുക്കണം. നേരത്തെ ചെയ്ത പരിപാടി ആദ്യമേ നമ്മൾ വരയ്ക്കേണ്ട എത്ര? 8. ചരിച്ച് വരയ്ക്കേണ്ട എത്ര? ചരിച്ച് വരയ്ക്കേണ്ട എത്ര? 6. ഇതാ നോക്കിക്കോ. അപ്പൊ ആദ്യമേ ഏതെടുക്കണം? നോക്ക് 8 വരയ്ക്കണം. അതാണ് സ്കെയിൽ കറക്റ്റ് ആയിട്ട് സ്ട്രൈറ്റ് ഒക്കെ പിടിക്കുക. എന്നിട്ട് 8 സെന്റിമീറ്റർ ഇതാ മാർക്ക് ചെയ്തു. 8 സെന്റിമീറ്റർ ഞാൻ മാർക്ക് ചെയ്തു. എന്നിട്ട് ചരിച്ച് മാർക്ക് ചെയ്യേണ്ടത് എത്ര? ചരിച്ച് മുറിക്കാൻ പറ്റുന്ന ഈ റേഷ്യോയിൽ മുറിക്കാൻ പറ്റുന്ന 8 താഴെയുള്ളതായിട്ടുള്ള 6നെ നമ്മൾ കണ്ടു. അപ്പൊ മുറിക്കാൻ പറ്റുന്നത് ആരാണ്? 6. 6നെ 2 എന്നും 4 എന്നും മുറിക്കണം, എന്നാലേ ആ റേഷ്യോ കിട്ടും. അപ്പൊ 6 സെന്റിമീറ്റർ മാർക്ക് ചെയ്യുക. അതുകൊണ്ട് ഇവിടെയാണ് 6. അതിൽ എത്ര മാർക്കാണ്? 2 കഴിഞ്ഞ് 2 സെന്റിമീറ്റർ അവിടെ ഒരു കുത്തിട്ടേക്കണം. കണ്ട കുത്തിട്ട്. അപ്പൊ ഈ നീളം എത്ര? 2. ഈ നീളം എത്ര? 4. ടോട്ടൽ ഇത് എത്ര സെന്റിമീറ്റർ? 6 സെന്റിമീറ്റർ. താഴെ എത്ര സെന്റിമീറ്റർ? 8 സെന്റിമീറ്റർ. അടുത്ത പരിപാടി നിങ്ങൾക്ക് അറിയാം. ഈ രണ്ട് ലൈനും കൂടെ എന്ത് ചെയ്യണം? ഈ രണ്ട് ലൈൻ എന്ത് ചെയ്യണം? ജോയിൻ ചെയ്യണം. ഇനി അടുത്ത പരിപാടി, ഇതിന് പാരലൽ ആയിട്ട് ദാ ഈ ഡോട്ടിൽ കൂടെ വരയ്ക്കണം. കേട്ടെ, എങ്ങ് ദൂരെയാണ് ആ ഡോട്ട്. അപ്പൊ എന്ത് ചെയ്യണം? ദാ സെറ്റ് സ്ക്വയർ എടുത്തോണ്ട് വന്നു. സെറ്റ് സ്ക്വയർ ഇങ്ങനെയൊക്കെ വെക്കണം. ഇച്ചിരി ഇങ്ങനെ വെച്ചാലേ നമുക്ക് ഇതാണ്ട് ഇങ്ങനെ നിരക്കി ഇവിടെ എത്തും. അതുകൊണ്ട് അതൊക്കെ ഐഡിയ പരമായിട്ട് ചെയ്യുന്നുണ്ട്. ഇത് ഇങ്ങനെ നിരക്കിയാലും ഇങ്ങനെ എത്തും. അപ്പൊ ദാ സെറ്റ് സ്ക്വയർ ദാ ഇങ്ങനെ ചരിച്ചേ വെക്കുക. ഇച്ചിരി നീളത്തിൽ ദാണ്ട് ചരിച്ച് വെക്കണം. കണ്ടല്ലോ, ദാണ്ട് ഈ ലൈനിന് ചരിച്ചാൽ ഞാൻ വെച്ചേക്കാം സെറ്റ് സ്ക്വയർ. എന്നിട്ട് ദാ ഇത് വെച്ചിട്ട് നമ്മളൊന്ന് അഡ്ജസ്റ്റ് ഒക്കെ ചെയ്ത് നോക്കണം തുടക്കത്തിൽ. ഇതാണ്ട് എന്നിട്ട് എന്ത് ചെയ്യണം? ദാ ഇങ്ങനെ നിരക്കി ഞാൻ കൊണ്ടുവന്നാൽ മതി. ദാ ഇവിടെ കൊണ്ടുവന്ന് നിർത്തി. കണ്ടല്ല. അപ്പൊ ദാ ഇവിടെ എന്ത് ചെയ്യുക? പാരലൈൻ വരയ്ക്കുക. ഓക്കെ, സെറ്റ്. ഇതാണ്ട പാരലൈൻ വരച്ചു. അപ്പൊ 8 സെന്റിമീറ്റർ ലൈനെ എങ്ങനെ മുറിച്ചു നോക്കുക? AB എന്നും BC എന്നും. കണ്ട, AB ആണ് ഒരു പാർട്ട്, മറ്റൊരു കഷ്ണം ഏതാ? BC. കണ്ട, AB എന്ന കഷ്ണം ഒന്നും BC എന്ന് പറഞ്ഞ കഷ്ണം. വേണമെങ്കിൽ അതൊന്ന് അളന്ന് നോക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ദാ ഇങ്ങനെ നോക്കാം. ഇങ്ങനെ അളക്കുമ്പോൾ എനിക്ക് കാണാൻ കഴിയുന്ന 2.666 അങ്ങനെ വരുമെന്ന് തോന്നുന്നു. 2.666 എന്ന് പറയുന്ന അളവാണെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നു. അതാണെങ്കിൽ ഇവിടുത്തെ അളവെന്ന് പറയുന്നത് 5.4 ആണ്. കണ്ടോ, 5.4ഓളം വന്നു കേട്ടോ. 5.4444 എന്ന് പറയാം. ഇനി ഇതിന്റെ അളവ് ഈ 2.6 നേരത്തെ കണ്ടെത്താൻ ഒരു മാർഗം കൂടെ ഉണ്ട്. അതും കൂടെ പഠിച്ചോ. 8 into ഈ റേഷ്യോ കണ്ടോ, ആ റേഷ്യോ കൂട്ടുമ്പോൾ എത്ര കിട്ടും? നമുക്ക് 1 കൂടെ കൂട്ടിയ 3, അതിനെ by 1 ചെയ്യാം. അപ്പൊ ഉത്തരം 8/3 എന്ന് കിട്ടും. 8നെ 3 കഷ്ണമാക്കിയത്. 8നെ 3 കഷ്ണമാക്കി എത്ര നമുക്ക് കാൽക്കുലേറ്റർ ചെയ്യാം? 8/3 8 ÷ 3 എന്ന് പറയുമ്പോൾ ഉത്തരം എത്ര? 2.6666 മീൻസ് ഒരു കഷ്ണം എത്ര? 2.666. അടുത്ത കഷ്ണം കണ്ടുപിടിക്കാൻ 8നെ എത്ര കൊണ്ട് ഗുണിക്കുക നോക്കി. ഇത് 2 അല്ലേ? ആ 2 എടുത്ത് എഴുതുക. ബൈ ഇത് രണ്ടും കൂടെ കൂട്ടിയത് എത്ര? 3 ചെയ്യുക. 8 2 16 അല്ലേ? 16/3. നോക്ക് മക്കളെ, 16 ÷ 3 എന്ന് പറയുമ്പോൾ അതിന്റെ ആൻസർ എത്ര? 5.333 ആണ് കേട്ടോ. അപ്പൊ ഞാൻ ഈ കണ്ടുപിടിച്ചത് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത 3.333 ആണ് ഈ B മുതൽ C വരെയുള്ള ദൂരം. അപ്പൊ 8 സെന്റിമീറ്ററിനെ 1:2 മുറിക്കാൻ നിങ്ങൾക്ക് പഠിച്ചത് സെറ്റ് ആണ്. നിങ്ങൾക്ക് ഹോംവർക്ക് ആയിട്ട് ചെയ്യാനായിട്ടാണ് ഈ 2 ചോദ്യങ്ങൾ ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതുപോലെ വരച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നോക്ക്, ഇവിടെ 11 സെന്റിമീറ്ററിനെ 3 തുല്യ കഷ്ണമാക്കണം. അപ്പോഴും നമുക്ക് ഒരിക്കലും സ്കെയിൽ ഉപയോഗിച്ച് വരയ്ക്കാൻ പറ്റില്ല. ഈ രീതിയിൽ വരയ്ക്കുക. അടുത്തത് 10 സെന്റിമീറ്റർ നീളമുള്ള വരെ 1:2 ആക്കാനും ശ്രമിക്കുക. അതും മനസ്സിലായല്ലോ. ഒരു നീളത്തിന്റെ ഡബിൾ ആയിരിക്കും അടുത്ത നീളം. അങ്ങനെ 10 സെന്റിമീറ്ററിനെ 1:2 ആയിട്ട് ഡിവൈഡ് ചെയ്യാനും ശ്രമിക്കുക. അപ്പൊ തന്നിരിക്കുന്നതാണ് മറ്റൊരു ചോദ്യം. ഇവിടെ നമുക്ക് 10 സെന്റിമീറ്റർ നീളത്തിനെ നമുക്ക് മുറിക്കേണ്ട റേഷ്യോ കണ്ടോ? 2:3:4 എന്ന റേഷ്യോ ആണ്. അപ്പൊ ഇവിടെ മൊത്തത്തിൽ 1 2 3 ഇത്രയും നാള് നമ്മൾ പഠിച്ച റേഷ്യോ ഏതൊക്കെയാ? 1:2 എന്ന് പറഞ്ഞ റേഷ്യോ നിങ്ങൾക്ക് ഓർമ്മ കാണും. അതാണ് 2:3 എന്ന് പറയുന്ന റേഷ്യോ ഓർമ്മ കാണും അല്ലെ? അല്ലെങ്കിൽ 1:1 നിങ്ങൾക്ക് ഓർമ്മ കാണും. കണ്ടോ, ഇവിടുത്തെ റേഷ്യോയുടെ രീതി കണ്ടോ? ഇവിടെ 3 കഷ്ണമാക്കണം. ഇവിടെയൊക്കെ എത്ര കഷ്ണമുള്ളതെന്ന്? 2 കഷ്ണങ്ങൾ. അതാണ് 1:2. അപ്പൊ എത്ര പാർട്ടുകൾ? 2. അടുത്ത 2:3 എന്നൊക്കെ 2 ഉള്ളൂ. പക്ഷെ ഇവിടെ എങ്ങനെയാണ്? 1 2 3 പാർട്ട് ആക്കണം. പക്ഷെ ആ 3 പാർട്ടും തുല്യമാണോ? അല്ല. 3 കഷ്ണവും ഡിഫറന്റ് ആയിട്ട് 10 സെന്റിമീറ്ററിനെ മുറിക്കണം. അപ്പോ നിങ്ങൾക്കറിയാം, നമുക്ക് ഒരു വര വരയ്ക്കേണ്ടത് ഈ 10 സെന്റിമീറ്റർ ആണെന്നറിയാം. ഇനി വരയ്ക്കാൻ പറ്റുന്ന, ഇതുപോലെ മുറിക്കാൻ പറ്റുന്നത് ഏത് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്കറിയാം. ഇതെല്ലാം കൂടെ കൂട്ടി നോക്ക്. 4 3 7 2 9 സെന്റിമീറ്ററിനെ 2 സെന്റിമീറ്റർ എന്നും 3 സെന്റിമീറ്റർ എന്നും 4 സെന്റിമീറ്റർ എന്നും മുറിച്ചാൽ ഈ 9നെ നമുക്ക് എങ്ങനെ മുറിക്കാൻ പറ്റും? 2:3:4 എന്ന റേഷ്യോയിൽ മുറിക്കാൻ പറ്റും. അപ്പൊ നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ എന്തെടുക്കും? സ്കെയിൽ എടുക്കും. എന്നിട്ട് ഏത് വരയ്ക്കും? 10. ചരിച്ച് ഏത് വരയ്ക്കും?
9. സെറ്റാണ്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാമേ. അപ്പൊ ആദ്യം ഇതാ സ്കെയിൽ എടുക്കണം. ഇപ്പൊ കറക്റ്റ് ആയിട്ട് വരയ്ക്കാനാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾക്ക് അറിയാം. അതുകൊണ്ട് ആദ്യമേ നമ്മൾ എന്ത് ചെയ്യണം? അതാണ്ട് 10 സെന്റിമീറ്റർ കൃത്യമായിട്ട് മാർക്ക് ചെയ്യുക. അതാണ്ട് 10 സെന്റിമീറ്റർ ഇവിടെ ഞാൻ മാർക്ക് ചെയ്തു. ഓക്കെ ആണ്. അപ്പൊ നമ്മുടെ പോയിന്റ് 10 സെന്റിമീറ്റർ. ഈ വരച്ചത് എത്രയാണ്? 10 സെന്റിമീറ്റർ. ഇനി ചരിച്ചെന്ന് പറയുമ്പോ ഇങ്ങനെ ചരിച്ചു വെക്കേണ്ടത് ഞാൻ പറഞ്ഞു. ഒരു ഏകദേശം ഒരു ചെറിയൊരു ചരിവ് മതി. ആ ചരിവിൽ എത്ര മാർക്ക് ചെയ്യണം? 9. അതാണ്ട് ചരിവിൽ 9 മാർക്ക് ചെയ്യാൻ പോവാണ്. 9 സെന്റിമീറ്റർ. ചരിവിലേക്ക് 9 സെന്റിമീറ്റർ മാർക്ക് ചെയ്തു. ഇതാണ് 9 സെന്റിമീറ്റർ. എന്നിട്ട് ഈ 9നെ 2, 3, 4 എന്തുകൊണ്ടാ? റേഷ്യോ 2:3:4 ആണ്. 9നെ നമുക്ക് 2, 3, 4 ആക്കാൻ പറ്റും. അപ്പൊ നേരെ അത് വെച്ചിട്ട് ആ ചരിവിനകത്ത് ഏതൊക്കെ പോയിന്റ് ഇടണം? 2, 3, 4. തെറ്റിക്കല്. 2, 3, 4 എന്നുള്ള പോയിന്റ് ഇടുക. അപ്പൊ 2ന്റെ അവിടെ ഇവിടെ കുത്തിടുക. അത് കണക്ക് എത്രയല്ല? 3 കഴിഞ്ഞിട്ട് 2 കഴിഞ്ഞ് പിന്നെ ഒരു 3 സെന്റിമീറ്റർ കഴിഞ്ഞിട്ടെന്നാ. അല്ല 3 കുത്തിടണോന്നല്ല പറയണത്. എന്തോ 2 സെന്റിമീറ്റർ അകലെ ഒരു കുത്ത്. പിന്നെ 2ന്ന് 3 സെന്റിമീറ്റർ. 2ന്ന് 3 സെന്റിമീറ്റർ എന്ന് പറയുമ്പോ എവിടെ കുത്തിടണം? 5ല് കുത്തിടണം. കണ്ടോ? 5ലാണ് കുത്തിടേണ്ടത്. ഓക്കെയാണ്. തെറ്റിക്കല്ലേ. ഇത് 2 സെന്റിമീറ്റർ. ഇതിന്റെ നീളം 3 സെന്റിമീറ്റർ. ഇതപ്പം ബാക്കി എത്ര വരും? 4 സെന്റിമീറ്റർ. ഓക്കെ. ഇത്രയും ചെയ്ത് വെക്കാം. എന്നിട്ട് ഈ 2 ലൈനും കൂടെ എന്ത് ചെയ്യും? യോജിപ്പിക്കും. നമ്മൾ കുറെ പടങ്ങൾ ഈ വീഡിയോയിൽ വരയ്ക്കുന്നുണ്ട്. ദയവ് ചെയ്ത് ആദ്യം മുതലേ കാണാൻ ശ്രമിക്കുക. ഇനി ഇതിന് പാരലൽ ആയിട്ട് ഇതുവരെ വരയ്ക്കുമ്പോഴാണ് ഈ 10 സെന്റിമീറ്റർ മുറിയുന്നത് നമുക്കറിയാം. അപ്പൊ പാരലൽ ലൈൻ വരയ്ക്കാൻ എന്ത് വേണം? സെറ്റ് സ്ക്വയർ. നമ്മൾ ഒരുപാട് തവണ പറഞ്ഞു. നിങ്ങൾ അതുപോലെ സെറ്റ് സ്ക്വയർ ഉപയോഗിച്ച് ഞാൻ പഠിപ്പിച്ചത്, കോമ്പസ് ഉപയോഗിച്ചൊന്നും അല്ല. കണ്ടോ? സെറ്റ് സ്ക്വയർ കറക്റ്റ് നേർക്ക് കൊണ്ടുവച്ചാൽ കാണുന്നുണ്ടല്ലോ വീഡിയോയില്. എന്നിട്ട് എന്ത് ചെയ്യണം? സ്കെയിൽ അതിന്റെ ഇപ്പുറത്തെ സൈഡിലോട്ട് കൊണ്ടുവയ്ക്കുക. വളരെ സിമ്പിൾ ആണ്. ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക? ഇങ്ങനെ നിരക്കുക. കണ്ടല്ലോ? ആ പോയിന്റ് വരെ, കണ്ട ആ കുത്തിട്ടേക്കുന്ന പോയിന്റ് വരെ ഞാൻ നിരക്കി വരച്ചു. ഒന്നാമത്തെ പാരലൽ ലൈൻ. ഇനി രണ്ടാമത്തെ പാരലൽ ലൈൻ വരയ്ക്കാം. അടുത്ത പോയിന്റിന്റെ അവിടെ കൊണ്ടുവച്ച് വരച്ചു പാരലൽ ലൈൻ. സെറ്റ് ആണ്. വരച്ചു കഴിഞ്ഞപ്പം പാരലൽ ലൈൻ കിട്ടി. അപ്പോ ഈ 10 സെന്റിമീറ്ററിനെ നമ്മൾ മുറിച്ചു. ആ റേഷ്യോയില് PQRS എന്ന് ഞാൻ പേര് കൊടുത്ത നിങ്ങൾക്കറിയാം. PQ ഒരു കഷ്ണമാണ്, QR മറ്റൊരു പാർട്ടാണ്, RS എന്ന് പറയുന്ന മറ്റൊരു പാർട്ടാണ്. ആരുടെ? 10 സെന്റിമീറ്റർ. 10 സെന്റിമീറ്റർ 2 എന്ന് പറയുന്ന റേഷ്യോ ആണ് PQ, 3 എന്ന് പറഞ്ഞ റേഷ്യോ ആണ് QR, 4 എന്ന് പറഞ്ഞ റേഷ്യോ ആണ് RS. അപ്പൊ 10 സെന്റിമീറ്റർ നമ്മൾ കൃത്യമായി 3 പാർട്ടായിട്ട് മുറിച്ചു. ഇപ്പൊ ഇത്രയേ ഉള്ളൂ ഇത് ചെയ്യാനുള്ള ഐഡിയ. അടുത്തതായിട്ട് നമുക്ക് വരയ്ക്കേണ്ടത് ഡ്രോ ആൻ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ. എന്തു മക്കളെ? ഇക്വലാറ്ററൽ ട്രയാങ്കിൾ അല്ലെങ്കിൽ സമഭുജ ത്രികോണം. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, സമഭുജ ത്രികോണത്തിന്റെ പ്രത്യേകത. ഞാൻ ഇങ്ങനെ ഒരു ഏകദേശം ഇങ്ങനെ വരച്ചിട്ട് ഞാൻ നിങ്ങളോട് പറയാണ്, ABC ആണെങ്കിൽ സമഭുജ ത്രികോണം അല്ലെങ്കിൽ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ എന്ന് വെച്ച അർത്ഥം AB-യും BC-യും AC-യും എന്ന് പറഞ്ഞാൽ ഈ 3 നീളവും എന്തോന്നാണ്? ഈക്വൽ ആണ്. 3 നീളങ്ങളും ഈക്വൽ ആയിട്ടുള്ള ട്രയാങ്കിൾ ആണ് ഇക്വലാറ്ററൽ ട്രയാങ്കിൾ അല്ലെങ്കിൽ സമഭുജ ത്രികോണം. എന്നിട്ട് അവരെന്താ പറഞ്ഞേക്കുന്നത്? ഈ പറയുന്ന ത്രികോണത്തിന്റെ ഈ 3 സൈഡും കൂടെ കൂട്ടുമ്പോൾ എത്ര വരണം? 11. അതാണ് പെരിമീറ്റർ. ഇപ്പൊ പെരിമീറ്റർ അല്ലെങ്കിൽ ചുറ്റളവിന്റെ അർത്ഥം എന്തോ? ഈ 3 സൈഡും കൂടെ കൂട്ടി കിട്ടുന്നത് എത്ര ആയിരിക്കണം? 11. എന്ന് പറയുമ്പോൾ എല്ലാ സൈഡ് ഈക്വൽ ആണെങ്കിൽ നിങ്ങൾക്കറിയാം, ഒരു സൈഡ് കണ്ടുപിടിക്കാൻ 11നെ എത്ര കൊണ്ട് ഹരിക്കണം? 3 കൊണ്ട് ഹരിക്കണം. 11നെ 3 കൊണ്ട് ഹരിച്ചാൽ നിങ്ങൾക്കറിയാം 3ഉം 3ഉം 9 വരും. പിന്നെ 2 വരും. പോയിന്റ് കൊടുത്താൽ 20 വരും. ബാക്കിയൊക്കെ നമ്മൾ കാണിച്ചു തന്നിട്ടുള്ളതാണ്. എത്ര? 6×3 18 വരും. പിന്നെ 2 വരും, 20 ആവും. ഇങ്ങനെ 3.666 എന്ന് പറയുന്നതായിരിക്കാം ആ ഒരു സൈഡ് ഓഫ് ആര്? ഇക്വലാറ്ററൽ ട്രയാങ്കിൾ. അപ്പൊ നമ്മുടെ സാധാ ബുദ്ധി ചിന്തിക്കുമ്പോൾ തന്നെ കിട്ടും, ഈ ഒരു സൈഡ് എന്ന് പറഞ്ഞാൽ എത്ര? 3.66666 ആണ്. അപ്പൊ നമ്മളെ കൊണ്ട് എന്തുപയോഗിച്ച്? സ്കെയിൽ ഉപയോഗിച്ച് പറ്റൂല. അപ്പൊ നമ്മൾ എന്തുപയോഗിക്കും? ഈ ചാപ്റ്ററിന്റെ പേരെന്താ? പാരലൽ ലൈൻസ്. അപ്പൊ ആദ്യമേ 11 സെന്റിമീറ്ററിനെ എത്ര പാർട്ട് ആക്കണം? 3 ഈക്വൽ പാർട്ട്. കണ്ടോ? അപ്പൊ ഈ സമഭുജ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ അല്ലെങ്കിൽ സമഭുജ ത്രികോണം ആയതുകൊണ്ട് ഏത് വാക്ക് ഉപയോഗിക്കാം? 3 ഈക്വൽ പാർട്സ് ആക്കണം. എന്താക്കണം? 3 ഈക്വൽ പാർട്സ് അല്ലെങ്കിൽ 3 സമഭാഗങ്ങൾ ആക്കണം. 3 സമഭാഗങ്ങൾ അല്ലെങ്കിൽ ഈ റേഷ്യോയിൽ പറഞ്ഞാണ്. ഏത് റേഷ്യോയിലാണ് മുറിക്കേണ്ടത്? 1:1 റേഷ്യോയിൽ മുറിക്കണം. എന്ന് പറഞ്ഞാൽ 11 സെന്റിമീറ്റർ 3 കഷ്ണമാക്കിയാലല്ലേ ഈ ത്രികോണം ഉണ്ടാക്കാൻ പറ്റൂ. എന്നാലേ ഒരു കഷ്ണം 3.66. അപ്പൊ ഇത് എടുക്കണം. എന്നിട്ട് നമുക്ക് വരച്ചു തുടങ്ങാം മക്കളെ. നോക്കിക്കോ, വളരെ സിമ്പിൾ ആണ്, നമുക്ക് വരയ്ക്കാൻ പറ്റും. അപ്പൊ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് അങ്ങ് വരച്ചെടുക്കാം.
ഇതാ നോക്കിക്കോ. ആദ്യമേ നമുക്ക് എന്താ വരയ്ക്കണ്ടേ? 11. അപ്പൊ നിങ്ങൾ ആലോചിക്കണം, 11 അല്ലാതെ 1 1 1 ആക്കാൻ പറ്റുന്ന മറ്റൊരു അളവിനെ കുറിച്ച് ചിന്തിച്ച് വെച്ചിട്ടേ ചെയ്യാവൂ. ഇപ്പൊ എന്ന് പറയുമ്പോ ആരാ അത്? 9 ആയിരിക്കുമല്ലോ. 9നെ 3 3 3 എന്നാക്കാം. 3 6 9 കേട്ടോ. അപ്പൊ 9 സെന്റിമീറ്റർ ആണ് ചരിച്ചെടുക്കേണ്ടത്. അപ്പൊ ഇവിടെ ആദ്യം എടുക്കേണ്ട ഏതായിരിക്കും? 11. 11 ഇവിടെ അതാ ഇവിടം വരെ എത്തും 11. അപ്പൊ 11 സെന്റിമീറ്റർ ഞാൻ മാർക്ക് ചെയ്തു. ഓക്കെ ആണ്. അപ്പൊ ഈ വരച്ച എത്ര? 11 സെന്റിമീറ്റർ. ചരിച്ച് എത്ര ഇറക്കണ്ടേ? 9. എന്തുകൊണ്ട്? 9നെ 3 3 3 എന്ന് പറഞ്ഞാൽ 1:1:1 അല്ലെങ്കിൽ 3 ഈക്വൽ പാർട്സ് അല്ലെങ്കിൽ സമഭുജ ത്രികോണത്തിന്റെ 3 സൈഡും തുല്യമാണ്. അതാണ്ട് 3 3 3 എന്ന് ആക്കാൻ പറ്റുന്ന സംഖ്യ ഏത്? 9. അതുകൊണ്ട് ചരിച്ചെടുക്കേണ്ട നീളം 9 ആണ്. ചരിച്ചെടുക്കേണ്ട എത്ര? 9. ഞാൻ കുറച്ച് ചെറുതാക്കിയാ വരയ്ക്കുന്നത്. എന്ന് വെച്ചാൽ എനിക്ക് ആ ട്രയാങ്കിൾ വരയ്ക്കണം. അതിനുവേണ്ടി ഞാൻ ഇങ്ങനെ ചരിവ് കുറച്ചത് കേട്ടോ. നിങ്ങൾക്ക് ചരിവ് കൂട്ടിയൊക്കെ വരയ്ക്കാം, അത് നിങ്ങളുടെ ഇഷ്ടം. അപ്പൊ ഈ സൈഡ് എത്ര? 9 സെന്റിമീറ്റർ എടുത്തു. എന്നിട്ട് ഏത് റേഷ്യോയിൽ 9നെ മുറിക്കണം? 1:1:1. അതുകൊണ്ട് 3 3 3 കുത്തിടണം. അപ്പൊ 9ൽ എത്ര കുത്തിടണം? 3 കഴിഞ്ഞിട്ടുള്ള കുത്തുകൾ ഇടണം. 3 കഴിഞ്ഞിട്ട് ഇതാ ഇവിടെ, അല്ല അവിടെ അല്ല, ഒരു ഇച്ചിരി ഇങ്ങോട്ട് ഇറങ്ങി വരും. അതാണ്ട് ഇവിടെ ആയിട്ട് 3 സെന്റിമീറ്ററിന്റെ ഡോട്ട്, അത് കഴിഞ്ഞിട്ട് 6 സെന്റിമീറ്ററിന് കുത്ത്. ഓക്കെ. എന്നിട്ട് എന്ത് ചെയ്യണം? എന്താ ഈ രണ്ട് സൈഡും കൂടെ യോജിപ്പിക്കണം. ഈ രണ്ട് സൈഡും കൂടെ യോജിപ്പിക്കണം. നിങ്ങൾക്കറിയാം. എന്നിട്ട് ഇതാണ് നിങ്ങൾക്കറിയാലോ, ഈ നീളം 3, ഈ നീളം 3, ഈ നീളവും 3. എന്നിട്ട് ഇതിന് പാരലായിട്ട് ഇതുവഴി വരയ്ക്കണം. അതിന് എന്ത് വേണം? സെറ്റ് സ്ക്വയർ. സെറ്റ് സ്ക്വയർ എടുത്തുകൊണ്ട് വന്നു. ദാണ്ട ഈ ലൈനിന് എന്ത് ചെയ്ത? അതേ ചരിവ് പിടിച്ചു വെക്കുക. കണ്ടോ? ആ ചരിവ് പിടിച്ചു വെച്ചേ. ഇച്ചിരി ഇങ്ങോട്ട് കയറ്റി വെച്ചാൽ കൊള്ളാം. ദാണ്ട ആ ചരിവ് അതേപടി പിടിച്ചു വെച്ച്. കണ്ടല്ലോ. എന്നിട്ട് നമുക്ക് ആദ്യത്തെ പാരൽ ലൈൻ അങ്ങ് വരയ്ക്കാം. അതാ ഇവിടെ കൂടെ എന്ത് ചെയ്യുന്നു? ഞാൻ പാരൽ ലൈൻ വരയ്ക്കാം. അത് നിരക്കി കൊണ്ടുവന്നു. ദാണ്ട പാരൽ ലൈൻ വരച്ചു. ഓക്കെ ആണ്. ഇനിയും പാരൽ ലൈൻ വരയ്ക്കണമെങ്കിൽ ജസ്റ്റ് ഇച്ചിരി നീളത്തിൽ പിടിക്കണം, എന്നാലേ നമുക്ക് അവിടെ ടച്ച് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഇച്ചിരി പൊക്കത്തോട്ട് വെച്ചത്. എന്നിട്ട് നിരക്കി കൊണ്ടുവരാം. നിരക്കി തണ്ട് ഇവിടം വരെ വരണം, എന്നാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ? മറ്റേ പോയിന്റിൽ ചെയ്യാൻ പറ്റും. അപ്പൊ അത് അഡ്ജസ്റ്റ് ചെയ്തേ ചെയ്യാവൂ. ആദ്യം എന്ത് ചെയ്യണം? പാരൽ ലൈൻ സ്ട്രൈറ്റ് ആയിട്ട് വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? നിരക്കുക. നിരക്കി 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 ദാണ്ട് ആ പോയിന്റിലേക്ക് കൊണ്ടുവരിക. ഓക്കെയാണ്. ബാക്കിലോട്ട്. ഓക്കെയാണ്. ഈ പോയിന്റിലാണ് അടുത്ത പാരൽ ലൈൻ. ഓക്കെയാണ്. അപ്പൊ പാരൽ ലൈൻ രണ്ടിന്റെയും വരച്ചു. അപ്പൊ നിങ്ങൾക്ക് അറിയാം, ഇതാണ് നമ്മുടെ ത്രികോണം ABC എന്ന് കൊടുത്താൽ ഈ നീളമാണ് AB, ഈ നീളമാണ് BC. ഓക്കെയാണ്. ABCD എന്ന് കൊടുത്തു. നിങ്ങൾക്ക് ചിന്തിക്കാം, ഇത് ഇക്വലാറ്റർ ട്രയാങ്കിൾ ആണ്. നമുക്ക് വരയ്ക്കേണ്ടത് ഇതുപോലെ ഒരു ഇക്വലാറ്റർ ട്രയാങ്കിൾ ആണ് വരയ്ക്കേണ്ടത്. അതിന്റെ 11 സെന്റിമീറ്ററിനെയാണ് നമ്മൾ ഇതുപോലെ 3 കഷ്ണമാക്കിയത്. അപ്പൊ ഇത് 3ഉം എങ്ങനെയുള്ള കഷ്ണമാണ്? നമ്മൾ സമഭാഗങ്ങളാ ചെയ്തത്. അതുകൊണ്ട് BCയുടെ നീളവും ABയുടെ നീളവും CDയുടെ നീളവും എന്ത് തന്നെയായിരിക്കും? AB = BC = CD ആയിരിക്കും. ഇത് മനസ്സിലൊന്ന് വേണേ. എന്നിട്ട് ത്രികോണം വരയ്ക്കണ്ടേ? അതിന് എന്ത് എടുക്കണം? കോമ്പസ് എടുക്കണം. ത്രികോണത്തിൽ നമുക്കിപ്പോ ഏത് അളവ് കിട്ടി? 3.666 എന്ന് പറയുന്നത് ഈ നീളം തന്നെയല്ലേ 3.666. ഇതാണ്ട് ഇത് എടുത്തു വെച്ചു. ഈ നീളമല്ലേ 3.666. ഇതാണ്ട് അത് കോമ്പസിൽ എടുത്തു വെച്ചു. ഒരു സൈഡ് ഏത് തന്നെ എടുക്കുന്നു? ത്രികോണത്തിന്റെ ഈ AB എന്ന് പറഞ്ഞ സൈഡ് ഏത് തന്നെയാണെന്ന് ചിന്തിക്കുന്നു? BC. എന്നിട്ട് ബാക്കിയെല്ലാം നമുക്കൊരു ആർക്ക് കട്ട് ചെയ്യാം. എന്താണ്ട് ഞാൻ ഇവിടെയാണ് ഈ BCയുടെ അവിടെയാണ് ത്രികോണം വരയ്ക്കുന്നത്. അതുകൊണ്ട് ഈ പോയിന്റിൽ നിന്ന് ദാണ്ട് ഒരു ആർക്ക് കട്ട് ചെയ്യുക. ലെങ്ത് നമ്മുടെ 3.66 എന്റെ കോമ്പസിലുണ്ട്. ഇവിടെ ഒരു ആർക്ക് കട്ട് ചെയ്തു. ഓക്കെ. അതുപോലെ എന്ത് ചെയ്യാ? ബിയിൽ കുത്തിക്കൊണ്ട്, ദാണ്ട് ബിയിലാണ് കുത്തിക്കൊണ്ട് എന്ത് ചെയ്യാ? ഇവിടെ ഒരു ആർക്ക് കട്ട് ചെയ്യുക. കണ്ടോ? ഇത്രയേ ഉള്ളൂ. അപ്പൊ എന്താ? ഈ ഇവിടുത്തെ നീളവും ഒക്കെ ഒന്നാണെന്ന് നിങ്ങൾക്ക് അറിയാം. എന്തുകൊണ്ടാണ്? ഇത് ഇക്വലാറ്ററൽ ട്രയാങ്കിൾ അല്ലെങ്കിൽ സമഭുജ ത്രികോണമാണ്. എന്ത് ചെയ്യാ? ഈ പോയിന്റും അതാണ്ട് ആ ത്രികോണത്തിലെ പോയിന്റും തമ്മിൽ യോജിപ്പിക്കുക. പയ്യെ ചെയ്താൽ മതി. പയ്യെ ചെയ്താൽ മതി. നോക്കിക്കോണേ, പയ്യെ ചെയ്യണേ. ഈ രണ്ട് പോയിന്റ് കൂടെ എന്ത് ചെയ്യുക? യോജിപ്പിക്കുക. ഇവിടെ യോജിപ്പിക്കുക. എന്നിട്ട് ഇതും കൂടെ യോജിപ്പിക്കുക. സെറ്റ്. ഓക്കെ ആണ്. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഈ വരച്ച് കിട്ടിയതാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ BC A എന്നും കൊടുക്കുക. ABC എന്ന് പറയുന്ന ഈ ട്രയാങ്കിൾ, ഈ ഷെയ്ഡ് ചെയ്യുന്ന ആ ട്രയാങ്കിൾ ആണ് നമ്മുടെ ഇക്വലാറ്റർ ട്രയാങ്കിൾ. അതിന്റെ ചുറ്റളവ് എത്ര തന്നെയായിരിക്കും? 11. എന്തുകൊണ്ട്? ഒരു സൈഡ് 3.66 ആ ഒരു റേഞ്ച് ആയിരിക്കും. ഓക്കെ ആണ്. സെറ്റ് ആണ്. തന്നിരിക്കുന്നതാണ് മറ്റൊരു ചോദ്യം. നിങ്ങളുടെ ടെക്സ്റ്റിലെ ചോദ്യമാണ്. നമുക്ക് വരയ്ക്കേണ്ടത് എന്ത് എന്ന് ചോദിച്ചാൽ നോക്ക്, ശ്രദ്ധിച്ചു നോക്ക്. സ്ക്വയർ ആണ് വരയ്ക്കേണ്ടത്. അപ്പൊ സ്ക്വയർ എന്ന് വെച്ചാൽ എന്തു അർത്ഥം മക്കളെ? സ്ക്വയർ അല്ലെങ്കിൽ സമചതുരം എന്ന് വെച്ചാൽ എന്തോ? എല്ലാ സൈഡും എന്താണ്? ഈ 4 സൈഡും തുല്യമായിട്ടുള്ളതാണ് സ്ക്വയർ. അതാണ് നമ്മുടെ മെയിൻ പോയിന്റ്. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്ന ചുറ്റളവ് അല്ലെങ്കിൽ പെരിമീറ്റർ അല്ലെങ്കിൽ മലയാളം ചുറ്റളവ് മീൻസ് ഈ 4 സൈഡും കൂടെ കൂട്ടിയാൽ എത്ര വരാവും? 15. ഈ 4 സൈഡിന്റെയും പ്രത്യേകത എന്ത്? എല്ലാ സൈഡും ഈക്വൽ. അപ്പൊ ഒരു സൈഡ് എത്ര എന്ന് ചോദിക്കുന്നവർക്ക് നിങ്ങൾക്കറിയാം, ആ 15നെ എത്ര കൊണ്ടങ്ങ് ഡിവൈഡ് ചെയ്താൽ മതി? 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം ഉത്തരം
3.75 കിട്ടും. അപ്പൊ ഇത് സ്കെയിലിൽ എടുത്ത് നമുക്കൊരു സ്ക്വയർ ആക്കാൻ പറ്റൂലല്ലോ. ഇത് ഇവിടെ 3.75 വരയ്ക്കുന്നു, ഇവിടെയും 3.75, ഇവിടെയും 3.75, ഇവിടെയും 3.7 അങ്ങനെ വരയ്ക്കാൻ പറ്റും. പക്ഷെ 3.75 എന്ന് പറഞ്ഞ അളവ് സ്കെയിലിൽ ഉണ്ടോ? ആരുടെയെങ്കിലും സ്കെയിലിൽ 3.75 ഉണ്ടോ? 3.7 ഉണ്ട്, അത് കഴിഞ്ഞാൽ 3.8 ആണ്. അപ്പൊ നടുക്കിട്ട് കുത്തിക്കൂടെ എന്നും ചിന്തിക്കുന്നവരുണ്ട്, എനിക്കറിയാം. അതൊന്നും നോക്കണ്ട. നമ്മുടെ ചാപ്റ്റർ ഉപയോഗിച്ച് ഈ 15 സെന്റിമീറ്റർ നമുക്കറിയാം എത്ര പാർട്സ് ആക്കണം മക്കളെ. ഇത് സ്ക്വയർ ആണ്. അപ്പൊ എന്തു അർത്ഥം? 4 ഈക്വൽ പാർട്സ് ആക്കിയാൽ മതി. എന്തുകൊണ്ടാ? ഈ 4 സൈഡും ഈക്വൽ, അതുകൊണ്ട് 4 ഈക്വൽ പാർട്സ് ആക്കുക, അല്ലെങ്കിൽ 4 എന്താണ് സമഭാഗങ്ങൾ ആക്കുക. എത്ര ഭാഗം ആക്കണം? 4 സമഭാഗം. ആരെ? ഈ 15നെ എത്ര കഷ്ണം ആക്കണം? ഇതുപോലത്തെ നേരെ വരയ്ക്കും, പക്ഷെ ഇങ്ങനെ 4 കഷ്ണം കിട്ടുമല്ലോ, അത് യോജിപ്പിച്ചങ്ങ് എടുത്താൽ പോരെ, സ്ക്വയർ ആവത്തില്ലേ? യെസ്. അപ്പൊ ഓക്കെ ആണ്. അപ്പോ അതിനു മുമ്പേ, ഇത് വരയ്ക്കാൻ പോകുന്നതിന് മുമ്പേ 15നെ പോലെ പറ്റുന്നത് എത്ര ഭാഗം ആക്കാൻ പറ്റും? 4 എണ്ണം ആക്കാൻ പറ്റുന്ന സംഖ്യ ഏത് എന്ന് ചിന്തിക്കുമ്പോൾ കിട്ടിക്കാണും 12. 12 നമുക്ക് എങ്ങനെ ആക്കാം? 3, 6, 9, 12. കണ്ടോ? 4 കഷ്ണം ആക്കാൻ പറ്റത്തില്ല 12നെ. 12നെ 4 കഷ്ണം ആക്കാൻ പറ്റും. അപ്പം ചെയ്യാൻ പറ്റുന്ന ആര്? 12 എന്നും മനസ്സിൽ വിചാരിച്ചുകൊണ്ട് നമുക്ക് അങ്ങ് തുടങ്ങാം. വേണമെങ്കിൽ വേറൊരു രീതിയിലും വരയ്ക്കാം. പിന്നെ ഇവിടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് 15 സെന്റിമീറ്റർ എന്ന് പറയുമ്പോൾ, ഇപ്പൊ ഞാൻ പേപ്പറാണ് ഉപയോഗിക്കുന്നത്, നിങ്ങളുടെ ബുക്കിലൊക്കെ ആണെങ്കിൽ 15 സെന്റിമീറ്റർ ഈ ഒരു സ്കെയിൽ ഫുൾ ഉണ്ട്. അപ്പൊ ഈ ഒരു കേസിൽ ഒരു പ്രത്യേകതയുണ്ട് മക്കളെ. ഇവിടെ നമുക്ക് 15നെ എത്ര പാർട്സ് ആക്കണം? 4 ഈക്വൽ പാർട്സ് ആക്കണം എന്നല്ലേ ഞാൻ പറഞ്ഞത്? 4 ഈക്വൽ പാർട്സ് ആക്കണം. 15നെ ആക്കാം 4 തുല്യ കഷ്ണമാണ് ആക്കേണ്ടത്. 15നെ 4 തുല്യ കഷ്ണമാണ് ആക്കേണ്ടത്. അപ്പൊ 15നെ 4 തുല്യ കഷ്ണം ആക്കുവാണെങ്കിൽ ഒരു പാർട്ട് എത്ര നമ്മൾ കണ്ടുപിടിച്ചു? ഒരു പാർട്ട് 3.75 ആണെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ പറയുന്നത് 15 ഒക്കെ ബുക്കി വരയ്ക്കാൻ പാടാണ്. അപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, ഈ 15ന്റെ പകുതി പറ? 7.5. 7.5യെ 2 പാർട്ടാക്കി നോക്കിയാണ്, 2 ഈക്വൽ പാർട്സ് ആക്കിയാണ്, 2 ഈക്വൽ പാർട്സ്. 7.5യെ 2 ആയിട്ട് ഡിവൈഡ് ചെയ്ത് നോക്കിയാണ്, 7.5 ഡിവൈഡഡ് ബൈ 2 ചെയ്താണ് നമുക്ക് ഇതിൽ മൊബൈലിൽ ചെയ്യാം. 7.5 divided by 2 ചെയ്യുന്നു. അപ്പോഴും ഉത്തരം എത്രയാ വന്നേ നോക്കൂ മക്കളെ. ഇതിന്റെ ഉത്തരം എത്ര തന്നെയാ വന്നത്? ഇതിന്റെ ഉത്തരം 3.75. നമുക്ക് വേണ്ടുള്ള സൈഡ് എത്ര? ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്ക് സ്ക്വയറിന് വേണ്ടുള്ള സൈഡ് എത്ര? 3.75. അത് കിട്ടാൻ 15നെ 4 പാർട്സ് ആക്കണമെങ്കിൽ അതിന് പകരമായിട്ട് നമുക്ക് 7.5, 15ന്റെ പകുതിയായ 7.5ഉം 4ന്റെ പകുതിയായ 2ഉം ആക്കിയാൽ മതി. അപ്പൊ നമുക്ക് വരയ്ക്കാൻ, നമുക്ക് ബുക്കിൽ വരയ്ക്കാൻ എന്താണ്ട് ഏതെടുത്താൽ മതി? 7.5യെ എത്ര പാർട്സ് ആക്കുക? 2 ആക്കുക. അപ്പൊ താഴെ വരയ്ക്കേണ്ടത് എത്ര? 7.5 വരച്ചാൽ മതി. 7.5യെ 2 പാർട്സ് ആക്കിയാൽ നമുക്ക് കിട്ടുന്ന ഒരു സൈഡ് എത്ര തന്നെ? 3.75. അപ്പൊ 7.5യെ 2 പാർട്ട്. അപ്പൊ 2 പാർട്ട് ആക്കാൻ പറ്റുന്ന മറ്റൊരളവ് ചിന്തിക്കണം. അതാരാണ്? 6 സെന്റിമീറ്റർ. 6 സെന്റിമീറ്റർ നമുക്ക് 3, 3 എന്ന് എടുക്കാം. അപ്പൊ ഞാൻ വരയ്ക്കുന്ന 15 ആണോ? അല്ല. എന്തുകൊണ്ട്? ഏത് വരച്ചാൽ മതി? 7.5. 7.5യെ 2ആയിട്ട് ഡിവൈഡ് ചെയ്താലും ഉത്തരം 3.75 തന്നെ. 15നെ 4ആയിട്ട് ഡിവൈഡ് ചെയ്താലും 3.75 തന്നെ. അതുകൊണ്ട് 7.5യെ ഞാൻ എത്ര എന്ന് എടുക്കുന്നു? 3.5 എന്ന് എടുക്കുന്നു. നിങ്ങൾക്ക് കാര്യം മനസ്സിലായേ? സ്ക്വയറിന്റെ ഒരു സൈഡ് 3.75 ആണ്. അതിനുവേണ്ടി 15നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3.75 ആണ്. 15 ബുക്കി വരയ്ക്കാൻ പറ്റാത്തതുകൊണ്ട് 15ന്റെ പകുതി 7.5 പറഞ്ഞു, 4ന്റെ പകുതി 2 പറഞ്ഞു. 7.5യെ 2ആയിട്ട് ഡിവൈഡ് ചെയ്താലും ഉത്തരം 3.75. നമുക്ക് ഇതാണ് വരയ്ക്കാനുള്ള സ്ക്വയറിന്റെ സൈഡ്. അതിനുവേണ്ടി ഞാൻ 7.5 ആണ് സൈഡിൽ വരയ്ക്കാൻ പോണത്. എത്രയാ താഴെ വരയ്ക്കണേ? 7.5 ആണ്. 7.5 തെറ്റിച്ച് വരച്ച് പഠിക്കരുത്. 7.5 എന്താണെന്ന് ഞാൻ ക്ലാരിറ്റിയോടുകൂടി പറഞ്ഞിട്ടുണ്ട്, ശ്രദ്ധിച്ചു വെക്കുക. ഞാൻ താഴെ വരച്ചു. എത്ര? 7.5 ആണ് വരയ്ക്കണം. ഇനി ഈ ചരിച്ച് വരയ്ക്കുന്നത് 12 ഒന്നും അല്ല. 12 15ന്റെ കേസിലാണ് പറഞ്ഞത്. ഇവിടെ ഏതാ വരയ്ക്കുന്നത്? 6. 6നെയാണ് 2 പാർട്ട് ആക്കാൻ പറ്റുന്നത്. 7.5യെ 2 പാർട്ട് ആക്കിയാൽ 3.75 കിട്ടും. അതുപോലെ 6നെ 3, 3 ആക്കുന്നു. അപ്പൊ ഈ ചരിച്ച് വരയ്ക്കേണ്ടത് ആരെയാണ്? 6 ആണ്. ചരിച്ച് വരയ്ക്കേണ്ടത് എത്രയാണ്? 6. അപ്പൊ ഒരുവിധം ചരിച്ച് പിടിക്കുക. എന്നിട്ട് അതിൽ 6 സെന്റിമീറ്റർ മാർക്ക് ചെയ്യുക. അതോടൊപ്പം 3ന്റെ അവിടെ ഒരു കുത്തു ഇട്ടേക്കുക. കണ്ടോ? 3ന്റെ അവിടുത്തെ കുത്തു ഇട്ടു. അപ്പൊ ഈ നീളം 3, ഈ നീളം 3, ഈ ടോട്ടൽ ലെങ്ത് 6. എന്തുകൊണ്ട്? 6നെ 2 ഈക്വൽ കഷ്ണമാക്കാൻ നമ്മളെ കൊണ്ട് പറ്റും. എന്നിട്ട് എന്ത് ചെയ്താ? ഈ 2 പോയിന്റ് ഇവിടെ എന്ത് ചെയ്താ? വരച്ച് ചേർക്കുക. എന്നിട്ട് സെറ്റ് സ്ക്വയർ എടുത്തോണ്ട് വന്നു. ദാ ഇവിടെ വെച്ചു. സെറ്റ് സ്ക്വയർ കറക്റ്റ് ആയിട്ട് കൊണ്ടുവച്ചേ. എന്നിട്ട് നിരക്കി കൊണ്ടുപോവാ. നിരക്കിയാൽ കറക്റ്റ് ആയിട്ട് നിരക്കി പഠിക്കുക. അപ്പോൾ ഇതാണ് ഇച്ചിരി മേലോട്ട് വെച്ച് നിരക്കാൻ പറഞ്ഞ എന്തുകൊണ്ടെന്ന് നിങ്ങൾക്ക് പിന്നീട് മനസ്സിലാവും. എന്തുകൊണ്ടതാ ഈ 2 പോയിന്റിൽ നമുക്ക് വരയ്ക്കേണ്ടതാ ഇവിടേക്ക് കൊണ്ടുവന്ന് ഇവിടെ ജോയിൻ ചെയ്തു. ഓക്കെ ആണ്. ഇതാണ്ട ആദ്യത്തെ പാരൽ ലൈൻ വരച്ചു. ഇനി പിന്നീടും താഴോട്ട് വരാനുണ്ട്. പിന്നീട് വരയ്ക്കാൻ ഇല്ല. ഇത്രയേ ഉള്ളൂ. ഓക്കെ, സോറി. ഓക്കെ ആണ്. അപ്പൊ ഇത്രയും വരച്ചാണ്ട് ഇവിടെയാണ് നമ്മുടെ പോയിന്റ്.
അപ്പൊ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കണം, ദാ ഈ നീളം ദാ ഇവിടം മുതൽ ഇവിടം വരെ എ ബി എന്ന് പറയുന്ന നീളം ആയിക്കോട്ടെ, ബി സിയും എത്ര തന്നെ, എ ബി ഈസ് ഈക്വൽ ടു ബി സി ഈസ് ഈക്വൽ ടു നമുക്ക് വരയ്ക്കേണ്ട എത്രയാണ് 3.75 തന്നെ. ഇപ്പൊ നമ്മുടെ സ്ക്വയറിന്റെ ഒരു സൈഡ് ഇവിടെ ഉണ്ട്. അപ്പൊ താഴോട്ട് വരയ്ക്കണമെങ്കിൽ നമുക്ക് ഇവിടെ ആണല്ലോ ഒരു സ്ക്വയർ ഉണ്ടാക്കണം, അല്ലെങ്കിൽ ഇവിടെ സ്ക്വയർ ഉണ്ടാക്കാം. രണ്ടിടത്തും സ്ക്വയർ നിർമ്മിക്കാൻ പറ്റും, നമുക്ക് ഒറ്റ സ്ക്വയർ പോലെ. അതുകൊണ്ട് ഞാൻ ഇതിന്റെ തൊട്ട് താഴെ നിർമ്മിക്കുന്നത്. എന്തുകൊണ്ടാണ്? ബി സിയുടെ നീളം ആര് തന്നെയാണ്? സ്ക്വയറിന്റെ 3.75 തന്നെയാണ് ബി സി. അപ്പൊ എന്ത് ചെയ്യണം? ഇവിടെ നിന്ന് 90 ഡിഗ്രി താഴോട്ട് വരയ്ക്കുക. എത്രയാണ്? ഇവിടുന്ന് 90 ഡിഗ്രിയാണ് വരയ്ക്കേണ്ടത്. അതാണ്ട് ഇവിടെയൊക്കെ 90 ഡിഗ്രിയാണ്. ഇവിടുന്ന് താഴോട്ട് ഒരു 90 ഡിഗ്രി വരയ്ക്കുക. അത് നിങ്ങളുടെ ഇഷ്ടം. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? പ്രൊട്ടാക്ടർ ഉപയോഗിച്ചും വരയ്ക്കാം. കൃത്യമായി വരയ്ക്കണമെങ്കിൽ ഇതുപോലെയൊക്കെ ചെയ്യാൻ ശ്രമിക്കുക, കൃത്യതയോടുകൂടി. കേട്ടല്ല ഞാൻ പറഞ്ഞ കൃത്യതയോടുകൂടി വരയ്ക്കണമെങ്കിൽ ഞാനൊരു എളുപ്പ വഴി പറയുകയാണ്. ഇവിടുന്ന് 90 ഡിഗ്രിയുടെ മാർക്ക് ഞാൻ എന്താ ഇവിടെ നിന്ന് ചെയ്തിട്ടുണ്ട്. 90 ഡിഗ്രി അവിടെ മാർക്ക് ചെയ്തു. ഇപ്പുറത്തെ സൈഡിലും 90 ഡിഗ്രി താഴോട്ട് വരച്ചിട്ട് സ്ക്വയറിന്റെ സൈഡ് വരയ്ക്കാൻ എളുപ്പമാണ്. അതുകൊണ്ട് 90 ഡിഗ്രി ഇതാ ഇവിടെ മാർക്ക് ചെയ്തു. കണ്ട 90 ഡിഗ്രിയാണ് ഞാൻ മാർക്ക് ചെയ്തത്. എന്നിട്ട് ലൈൻ എന്ത് ചെയ്യുക? താഴോട്ട് വരച്ചു. കണ്ട 90 ഡിഗ്രിയുടെ ലൈനാണ് ഞാൻ താഴോട്ട്. നിങ്ങൾക്ക് കുത്ത് കാണാൻ പറ്റൂലായിരിക്കും. 90 ഡിഗ്രി ലൈൻ ഇങ്ങോട്ടും വരച്ചിട്ടു. ഈ 90 ഡിഗ്രി ലൈൻ ചുമ്മാതെ താഴോട്ട്. കണ്ടോ? അത്രയും കട്ടിക്ക് വരയ്ക്കണ്ട, ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വരച്ചിടുക. എന്നിട്ട് എന്ത് ചെയ്യുക? നമ്മുടെ സ്ക്വയറിന്റെ എല്ലാ സൈഡും ഏത് തന്നെയാണ്? ഈ ബി സി തന്നെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായതുണ്ട്. ബി സിയുടെ നീളം കോമ്പസിൽ എടുക്കുക. കണ്ട ബി സിയുടെ നീളം കണ്ട ബി സി ആണ് ഞാൻ എടുത്തത് കോമ്പസിൽ. കണ്ടല്ല, കാണാൻ പറ്റുന്നുണ്ട്. ബി സി എടുത്തു. എന്നിട്ട് എന്ത് ചെയ്താ? ഈ സിയുടെ അവിടെ കുത്തുക. ദാ ഇവിടെ കട്ട് ചെയ്യുക. കണ്ട അപ്പൊ ഇവിടെയും കിട്ടി ആരുടെ നീളം? സ്ക്വയറിന്റെ നീളം. എന്നിട്ട് ദാ ഇവിടെയും കുത്തുക. എന്നിട്ട് എന്ത് ചെയ്താ? ഇവിടെയും മാർക്ക് ചെയ്യുക. കണ്ട ഓക്കെ ആണ്. അപ്പൊ അതാ ഈ പോയിന്റിൽ നമുക്ക് സ്ക്വയറിന്റെ എല്ലാ സൈഡുകളും കിട്ടി. എന്നിട്ട് അത് എന്ത് ചെയ്യുക? യോജിപ്പിക്കുക. ഇത്രയേ ഉള്ളൂ. നമ്മുടെ എന്ത് റെഡി ആവുന്നുണ്ട്? ഇത് രണ്ടും കൂടെ യോജിപ്പിച്ച് കഴിയുമ്പോൾ നമ്മുടെ സ്ക്വയർ റെഡി. കണ്ട മക്കളെ? സ്ക്വയർ കണ്ടാടാ? നമ്മുടെ സ്ക്വയർ ഏതാ? ദാണ്ട ഇവിടെ പേരോട് ഇ എഫ് എന്ന് പേര് കൊടുത്താൽ നമ്മുടെ സ്ക്വയർ ആരാ? ബി സി ഇ എഫ്. ദാണ്ട് ഈ ഷെയ്ഡ് ചെയ്യുന്നതാണ് നമ്മുടെ എത്ര പെരിമീറ്റർ 15 ഉള്ള സ്ക്വയർ ആണ് ഈ വരച്ചു ചേർത്തേക്കുന്നത്. പെരിമീറ്റർ 15 ഉള്ള സ്ക്വയർ ആണ് ഈ വരച്ചിരിക്കുന്നത്. മാക്സിമം ക്വാളിറ്റിയിലാണ് ചെയ്യുന്നത്, 4K റെസൊല്യൂഷനിലാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണ്ടി മാക്സിമം നിങ്ങൾ ക്വാളിറ്റി കൂട്ടിയിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പൊ തന്നിരിക്കുന്നതാണ് അടുത്ത ചോദ്യം. നമുക്ക് വരയ്ക്കേണ്ട റെഗുലർ ഹെക്സഗൺ ആണ്, അല്ലെങ്കിൽ സമഷഡ്ഭുജം. പണ്ടൊരു പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് റെഗുലർ പോളിഗൺ. 8ാം ക്ലാസ്സിലെ ചാപ്റ്റർ ഓർമ്മയുണ്ടോ? പോളിഗൺസ്. പോട്ടെ. എന്തായാലും സമഷഡ്ഭുജം അല്ലെങ്കിൽ ഹെക്സഗൺ എന്ന് പറഞ്ഞാൽ എത്ര സൈഡ് ഉണ്ട്? 6 സൈഡ് ഉണ്ട്. എങ്ങനെയായിരുന്നു മക്കളെ 6 സൈഡുള്ള ആ ചിത്രം ഇരുന്നത്? ഇങ്ങനെ അങ്ങാണ്ട് അല്ലായിരുന്നു. ഒന്ന് ഓർത്ത് നോക്കിയാണ്. ഇതുപോലെ ഇരിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്. ഞാൻ ഫ്രീ ഹാൻഡ് ഡ്രോ ചെയ്ത് ഇതുപോലെ 6 സൈഡ് ഉണ്ടല്ലോ. 1 2 3 4 5 6 സൈഡ്. ഈ 6 സൈഡും കൂടെ കൂട്ടിയാൽ എത്ര? പെരിമീറ്റർ 20. പെരിമീറ്റർ 20 എന്ന് വെച്ചാൽ എന്ത് അർത്ഥം? ഈ 6 സൈഡിന്റെ അളവുകൾ തമ്മിൽ കൂട്ടിയാൽ എത്രയായിരിക്കണം? 20 കിട്ടും. അതിൽ കൂടുതൽ പോകരുത് കേട്ടോ. എന്തുകൊണ്ടാണ്? ഇത് റെഗുലർ ഹെക്സഗൺ ആണ്. റെഗുലർ ഹെക്സഗൺ എന്ന് പറയുമ്പോൾ എല്ലാ സൈഡും ഈക്വൽ ആണ്. ഇപ്പൊ എ ബിയുടെ നീളം എടുത്താലും ബി സിയുടെ നീളവും സി ഡിയുടെ നീളവും ഡി ഇയുടെ നീളവും അതാണൊക്കെ ഇ എഫിന്റെ നീളവും എന്ത് തന്നെയായിരിക്കും? 1 ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഈ 1 സെന്റിമീറ്റർ എത്രാന്ന് കണ്ടുപിടിക്കാൻ വലിയ കണക്കൊന്നും അറിയണ്ട. 20നെ 20 മൊത്തത്തിൽ കൂട്ടിയാൽ, ഈ മൊത്തത്തിൽ കൂട്ടിയ 20, അതിനെ എത്രമായിട്ട് ഡിവൈഡ് ചെയ്താൽ മതി? 6മായി ഡിവൈഡ് ചെയ്താൽ മതി. 20നെ എത്രമായിട്ട് ഡിവൈഡ് ചെയ്താൽ മതി? 6. അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് കാൽക്കുലേറ്റർ ഉപയോഗിച്ച് അങ്ങ് ചെയ്യാം. 20നെ 6മായിട്ട് ഡിവൈഡ് ചെയ്താൽ ഉത്തരം 3.3333 ഇങ്ങനെ പോകുന്ന കുറെ 3 ആണ്. എന്ന് പറയുമ്പോൾ എ ബിയുടെ നീളം എത്ര? 3.333. ബി സിയുടെ നീളം എത്ര? 3.333. ഡി സിയുടെ നീളം എത്ര? 3.33. അപ്പൊ ഒരിക്കലും ഇത് നമുക്ക് ഉപയോഗിച്ച് പറ്റൂല? ഈ സ്കെയിൽ ഉപയോഗിച്ച് വരയ്ക്കാനായിട്ട് പറ്റില്ല. എന്തുകൊണ്ടാണ്? എടുക്കേണ്ടത് എത്ര? 3.33 എ ബി. നടക്കുവോ? ഇല്ല. അതുകൊണ്ട് നമ്മൾ ഉപയോഗിക്കും അറിയാം? നമ്മുടെ ഈ ചാപ്റ്ററിന്റെ പേരായ പാരലൽ ലൈൻ, സമാന്തര വരകൾ ഉപയോഗിക്കും. അപ്പൊ ഇനി ഒരു കണ്ടീഷനോടെ ഞാൻ പറഞ്ഞിട്ട് പോവാം മക്കളെ. ഈ 20 എടുത്ത് നമുക്ക് 6 കഷ്ണം 20 സെന്റിമീറ്റർ നേരെ നിങ്ങളുടെ ബുക്കിൽ വരയ്ക്കാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് നമ്മൾ ഈ കണക്കിനെ ഒന്നുകൂടെ മാറ്റും. 20ന്റെ പകുതി പറ. 20ന്റെ പകുതി എന്ന് പറഞ്ഞാൽ 10. അത് കണക്ക് 6ന്റെ പകുതി പറ. 3. അപ്പം 20നെ 6 കഷ്ണമാക്കുന്നത് പോലെ തന്നെയാണ് 10നെ 3 കഷ്ണമാക്കണം. അപ്പൊ നമുക്ക് ചെയ്തു നോക്കാം. 10നെ 3 കഷ്ണമാക്കി എത്ര? അപ്പോഴും ഉത്തരം ആര് തന്നെ? 3.33333 തന്നെയാണ്. അപ്പൊ നമുക്ക് വേണ്ടത് ഈ 3.33 അല്ലേ എ ബി എന്ന് പറയുന്ന ആവേണ്ടത്. അപ്പൊ നമുക്ക് 10നെ 3 കഷ്ണമാക്കിയാ മതി. കണ്ടോ? അപ്പൊ നമ്മുടെ കള്ളക്കളി ഉണ്ടോ? നമ്മൾ എന്ത് പരിപാടി ചെയ്ത് 20നെ 6ആയിട്ട് വരയ്ക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ 10നെ 3ആയിട്ട് വരയ്ക്കും. അപ്പോൾ നമ്മൾ മനസ്സിലായി താഴെ 10 ആണ് വരയ്ക്കേണ്ടത്. ഇനി ഒരു കാര്യം കൂടെ ഓർത്ത് വെക്കണം. 3ആക്കി മുറിക്കാൻ പറ്റുന്ന വേറൊരു സംഖ്യ ചിന്തിക്കണം. അതാരാ? 9നെ പറ്റുമോ? 9നെ പറ്റും. 9നെ 3 എന്നാക്കാൻ പറ്റും. 3 കഷ്ണമാക്കാൻ പറ്റുന്ന ആരെയാ? 9നെ. അപ്പോ സൈഡിൽ ആദ്യമേ വരയ്ക്കേണ്ടത് ഏതാണ്? 20 ആണോ? അല്ല, 10 വരയ്ക്കണം. അപ്പൊ ആദ്യം ഏത് വരയ്ക്കണം? 10. സെറ്റ് ആക്കിക്കോണേ. അടിപൊളിയായിട്ട് പഠിക്കണം എല്ലാരും. വീഡിയോ കാണുന്ന വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ സപ്പോർട്ട്. അപ്പൊ ആദ്യം വരയ്ക്കേണ്ട ഏതാണ്? 10.
റെഡി 10 വരച്ചു. അപ്പൊ ആദ്യം ഈ വരച്ച എത്രയാണ് 10 സെന്റിമീറ്റർ. എന്നിട്ട് ചരിച്ച് എത്ര വരയ്ക്കേണ്ട 9. എന്തുകൊണ്ടാ 9നെ 3 കഷ്ണമാക്കാൻ പറ്റും. നമ്മൾ 6 കഷ്ണമല്ല 3 കഷ്ണമാക്കുന്നത്. ഓക്കെയാണ്. 9നെ 3 കഷ്ണമാക്കാം. അപ്പൊ സൈഡിൽ ചരിച്ച് 9 3 കഷ്ണമാക്കുമ്പോ 9 9നെയാണ് 9 സെന്റിമീറ്റർ ആണ് 9 9 9 9 9 9ല് കൊണ്ടുവന്നു. എന്നിട്ട് ആ 3ന്റെ അവിടെ കുത്തിട്ട് ചെയ്യേണ്ട 3ന്റെ അവിടെയും കുത്ത് 6ന്റെ അവിടെയും കുത്തിട്ട്. അപ്പൊ ഈ നീളം എത്ര 3, ഈ നീളം എത്ര 3, ഈ നീളം എത്ര 3, ഇതെത്ര 6 സെന്റിമീറ്റർ. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ചിലർക്ക് ബോർ അടിക്കും, എനിക്കറിയാം. ഇതെല്ലാം പഠിച്ചു കളഞ്ഞിട്ട് പടം പകുതിയായി കാണും, എനിക്കറിയാം. ദയവ് ചെയ്ത് വീഡിയോ കാണുന്ന എല്ലാവരും. എന്നിട്ട് എന്ത് ചെയ്യണം, അതാണ്ട് ഈ ലൈൻസ് എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. ഓക്കെ, സെറ്റ് ആണ്. അത് ജോയിൻ ചെയ്തു. ഇനി എന്താ പരിപാടി, ഇതുവഴി പാരലൈൻ മുറിച്ചിട്ട് ഈ 10നെ മുറിച്ചെടുക്കും നമുക്കറിയാം. അതിനുവേണ്ടി പാരലൈൻ വരയ്ക്കാൻ വേണ്ടി നീളത്തിൽ പിടിച്ചോ, എന്നാലേ ഇതാണ്ട് ഇങ്ങനെ ഇവിടം വരെ എത്തൂ. അതുകൊണ്ടാണ് ഇതുപോലെ പിടിക്കാൻ പറഞ്ഞത്. നമ്മുടെ സെറ്റ് സ്ക്വയർ 90 ഡിഗ്രി ആണ് ഇവിടെ, അത് മറക്കരുത്. അതൊക്കെ ഞാൻ നേരത്തെ പഠിപ്പിച്ചോണ്ടാ പിന്നെയും പിന്നെയും പറയാം. എന്നിട്ട് എന്ത് ചെയ്യണം, നിരക്കണം. നിരക്കി 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 പയ്യതാ ഇവിടെ കൊണ്ടുവച്ചു. കണ്ടല്ല, ഇതാ ഇവിടെ എന്ത് ചെയ്യുക, പാരലൈൻ വരച്ചു. ഇനി പിന്നെ നിരക്കി 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 പയ്യെ വന്നാൽ മതി. ഇവിടെ വെച്ചു, ദാ പാരലൈൻ മുറിച്ചു. ഓക്കെ ആണ്. ദാ അപ്പൊ ദാ താഴെ കിട്ടിയ ലെങ്ത് ആണ് ദാണ്ട് ABCD എന്ന് പറഞ്ഞ് കിട്ടി. ഈ CD എത്ര തന്നെയാണ് 3.33, അല്ലെങ്കിൽ BC എത്ര തന്നെ 3.33. എന്തായാലും നിങ്ങൾ മനസ്സിലാക്കുക, ഈ നീളമാണ് നമ്മുടെ ഈ ഹെക്സഗന്റെ, റെഗുലർ ഹെക്സഗന്റെ AB എന്ന നീളമാണ് ഈ കിടക്കുന്നത്. ഇനി ഇവിടെയാണ് നമ്മൾ എന്തുണ്ടാക്കാൻ പോകുന്നത്, ആ ഒരു എന്തുണ്ടാക്കാൻ പോകുന്ന ഈ ഒരു റെഗുലർ ഹെക്സഗൺ അല്ലെങ്കിൽ സമഷഡ്ഭുജം വരയ്ക്കാൻ പോകുന്നത് ഇവിടെയാണ്. അടുത്തൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, നമുക്ക് ഇവിടെയാണ് ഈ പടം ഇവിടെ വരച്ചെടുക്കണം. അതിനുവേണ്ടി നിങ്ങൾക്ക് മറ്റൊരു കാര്യം മനസ്സിലാക്കി തരാം. എന്താ, ഇവിടെ ഒരു സെന്റർ പോയിന്റ് ഉണ്ടെന്ന് വിചാരിക്കും. ഈ ഒരു റെഗുലർ ഹെക്സഗന്റെ ഇവിടെ ഒരു സെന്റർ പോയിന്റ് ഉണ്ടെങ്കിൽ ഇവിടെ എത്ര ത്രികോണം എന്താണ്ട് ഇങ്ങനെ ഉണ്ടാവും മക്കളെ. ഏതാണ്ട് ഇങ്ങനെ ത്രികോണങ്ങൾ എനിക്ക് ഉണ്ടാക്കിയെടുത്തൂടെ, ഏതാണ്ട് ഇതുപോലെ കഷ്ണങ്ങൾ ഉണ്ടാക്കിയെടുത്തൂടെ. അതിനു വേണ്ടി ഞാൻ ദാണ്ട ഈ AB, ഞാൻ ഈ ഷെയ്ഡ് ചെയ്യുന്ന ട്രയാങ്കിൾ ഞാൻ ഇവിടെ വരയ്ക്കും ഫസ്റ്റ്. കണ്ടോ, ഇവിടെ ഒരു ഷെയ്ഡ് ചെയ്യുന്ന ഒരു ട്രയാങ്കിളിന്റെ ഈ ഒരു കഷ്ണം ഞാൻ ഇവിടെ വരയ്ക്കാൻ പോവാ. എന്തുപയോഗിച്ച്, കോമ്പസ് ഉപയോഗിച്ചാണ്. കോമ്പസ് എടുക്കുക, അതാണ്ട് ഈ ഷെയ്ഡ് ചെയ്ത ട്രയാങ്കിൾ ഇവിടെ ഞാൻ വരയ്ക്കും. എന്നിട്ട് അതിനകത്ത് നിന്ന് ആരെ ഉണ്ടാക്കും, ഈ ഹെക്സഗൺ ഉണ്ടാക്കും. ശ്രദ്ധിച്ചു നോക്കിയോ. അപ്പൊ BC എന്ന് പറയുന്ന നീളം നമ്മൾ കോമ്പസിൽ എടുക്കുക. നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി ഞാൻ ഇതൊക്കെ പറഞ്ഞത്. ഓക്കെ ആണ്, നമുക്ക് വരയ്ക്കാൻ വേണ്ടി ദാണ്ട ഓക്കെ ആണ്. ദാ കോമ്പസ് എടുത്തു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ആ നീളം നമ്മുടെ ഹെക്സഗന്റെ നീളമാണ് ഈ വരയ്ക്കുന്ന ആർക്ക് വരച്ചു. കഴിഞ്ഞില്ല, ഇവിടെ കുത്തിക്കൊണ്ട് എന്ത് ചെയ്യുക, ആർക്ക് വരയ്ക്കുക. നിങ്ങൾ സ്ലോ ആയിട്ട് പഠിച്ചാൽ മതി. ഓക്കെ ആണ്. ഇതാ ഇവിടെയും വരച്ചു. ഓക്കെ ആണ്. ഇതാ നമ്മുടെ പോയിന്റ് കിട്ടി. ഇതാണ് നമ്മുടെ ആ ഒരു ട്രയാങ്കിൾ. ഈ കുത്താണ് ഞാൻ ഇവിടെ ഇട്ടത്. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക, ഇത് തമ്മിൽ യോജിപ്പിക്കുക. ഓക്കെ, സെറ്റ് ആണ്. ഇതും യോജിപ്പിച്ചപ്പോ നമുക്ക് എന്ത് കിട്ടി, ട്രയാങ്കിൾ കിട്ടി. കഴിഞ്ഞില്ല, ഈ ട്രയാങ്കിൾ ഇതുപോലെ ഒരു സർക്കിൾ ഇവിടെ എന്ത് ചെയ്യാം, നമുക്ക് ഇതിനെ തട്ടിക്കൊണ്ടൊരു സർക്കിൾ ഇങ്ങനെ വരയ്ക്കാം. അപ്പൊ എളുപ്പമാവും നമ്മുടെ പരിപാടി. അപ്പൊ ഈ നീളമാണല്ലോ എന്റെ കോമ്പസ് ഇരിക്കും, ഞാൻ മാറ്റിയില്ല. എന്നിട്ട് എന്ത് ചെയ്യാ, ഇവിടെ കുത്തിക്കൊണ്ട് എന്ത് വരയ്ക്കും, ഞാൻ ഒരു സർക്കിൾ അങ്ങ് വരയ്ക്കും. ഇത് കുത്തിക്കൊണ്ട് എവിടെ കുത്തിയേക്കുന്നത് നിങ്ങൾ കാണാൻ പറ്റുന്നുണ്ട്. അതിൽ നിന്ന് എന്ത് വരച്ചു, ഞാൻ ആ ഒരു സർക്കിൾ അങ്ങ് ക്രിയേറ്റ് ചെയ്ത്. ആർക്ക് വേണ്ടി ഈ സർക്കിൾ വരച്ച്, നമ്മുടെ ആ ഒരു ഹെക്സഗൺ വരച്ചെടുക്കാൻ എളുപ്പത്തിന്. കണ്ടല്ലോ, അപ്പൊ ഇതൊരു സർക്കിൾ വരച്ചു. എന്തിനാതാണ്ട് ഇതിന് ചുറ്റുമുള്ള ഒരു സർക്കിൾ എന്ന് ചിന്തിച്ചാൽ മതി. എന്നിട്ട് എന്ത് ചെയ്യും, ഈ ലെങ്ത് മാറ്റിയിട്ടില്ലേ, ഇത് ഏത് ലെങ്ത് ആണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്, ഈ നീളം അല്ലെങ്കിൽ ഈ നീളമാണ് എന്റെ കോമ്പസ് ഇരിക്കുന്നത്. ഏതാ, BC എന്ന് പറഞ്ഞ നീളം. കണ്ട, BC എന്ന് പറഞ്ഞ നീളമാണ് ഞാൻ കോമ്പസ് എടുത്ത് വെച്ചിരിക്കുന്നത്. ആ കോമ്പസ് എന്ത് ചെയ്യുക, ഇവിടെ കുത്തിക്കൊണ്ട് എന്ത് ചെയ്യുക, ഇവിടെ ടച്ച് ചെയ്യുക. കണ്ട, ഇവിടെ ഒരു ആർക്ക് കിട്ടിയതുണ്ടല്ലോ. എവിടെ കുത്തിക്കൊണ്ട്, Bയിൽ കുത്തിക്കൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തു, ഇവിടെ ഒരു ആർക്ക് കിട്ടി. ഇനി ഇപ്പം കിട്ടിയ പോയിന്റ് ഉണ്ടല്ലോ, ഇവിടെ ടച്ച് ചെയ്ത പോയിന്റിൽ കുത്തുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഇവിടെ ആർക്ക് കട്ട് ചെയ്യുക. കണ്ടല്ലേ, ഇനി ഇപ്പൊ ഇവിടെ ഒരു ആർക്ക് വന്നുണ്ടല്ലോ, ആ ആർക്കിന്റെ അവിടെ കൊണ്ട് എന്ത് ചെയ്യുക, കോമ്പസ് വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഇവിടെ കട്ട് ചെയ്യുക. ഓക്കെ ആണ്. അപ്പൊ ഇവിടെ എല്ലാം നമ്മൾ പോയിന്റ് കട്ട് ചെയ്തോണ്ടിരിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഇവിടെ കുത്തിക്കൊണ്ട് ഇവിടെ കട്ട് ചെയ്യുക. ഓക്കെ ആണ്. വേണമെങ്കിൽ ഇവിടുന്ന് കുത്തി നോക്കിയാൽ നിങ്ങൾക്ക് അറിയാതെ എവിടെ എത്തും, ഇവിടുന്ന് കുത്തി എവിടെ എത്തും, സിയിലെത്തും. ഓക്കെ, സെറ്റ് ആണ്. അപ്പൊ നമുക്ക് ആ ഒരു ഹെക്സഗണിന് വേണ്ടിയുള്ള ഓരോരോ പോയിന്റുകളാണ് ഇവിടെ കിട്ടിയത്. കണ്ടല്ലോ, ഇനി അത് വരച്ച് ചേർക്കാന്ന് പറഞ്ഞ ജോലികൾ. നമുക്ക് വരയ്ക്കേണ്ട എന്തോ, ഈ വട്ടം ഒന്നും അല്ല, നമുക്ക് വേണ്ടത് ഹെക്സഗൺ ആണ്. വട്ടം വരച്ച് നമ്മുടെ വരപ്പ് എളുപ്പമാക്കുന്നതിന് വേണ്ടിയാണ്. ഓക്കെ, അപ്പൊ ഹെക്സഗണിന്റെ ഒരു പോയിന്റ് കിട്ടി. ഇനി എടുത്ത് ഇവിടുത്തെ പോയിന്റുമായിട്ട് യോജിപ്പിക്കുക. ഓക്കെ, അടുത്ത പോയിന്റ് കിട്ടി. എന്നിട്ട് എന്ത് ചെയ്താ, ഇത് രണ്ടും കൂടെ യോജിപ്പിക്കുക. അപ്പൊ അടുത്ത പോയിന്റ് കിട്ടി. അടുത്ത ഇതും കൂടെ യോജിപ്പിക്കുക. ഓക്കെ, സെറ്റ് ആണ്. എന്നിട്ട് എന്ത് ചെയ്യും, ഇതും കൂടെ യോജിപ്പിക്കുക. അപ്പൊ നമുക്ക് 20 സെന്റിമീറ്റർ പെരിമീറ്റർ ഉള്ള എന്ത് കിട്ടി, ഹെക്സഗൺ കിട്ടി. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ആ ഹെക്സഗൺ മാത്രമായി കാണാൻ ഇത്ര ആഗ്രഹം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമ്മുടെ കൺസ്ട്രക്ഷന്റെ ആ വട്ടം എന്ത് ചെയ്യാം, മായ്ച്ചു കളയാം. അപ്പൊ വട്ടം മായ്ച്ച നമ്മുടെ ആരെ കൃത്യമായി കിട്ടും. മേപ്പോട്ടും വരച്ചുകൂടെയും ചോദിച്ചാൽ മേപ്പോട്ടും വരയ്ക്കാം, എങ്ങോട്ടും വരയ്ക്കാം. ഒരു ഭംഗിക്കൊക്കെ കിട്ടണമെങ്കിൽ ഇതുപോലെ ഇരിക്കും. ഓക്കെ, നല്ല വെടിക്കെട്ടായിട്ട് കിട്ടിയിട്ടുണ്ടല്ലോ. ലൈക്ക്. ഓക്കെ, സെറ്റ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം.
തന്നിരിക്കുന്നതാണ് മറ്റൊരു ചോദ്യം. ചോദ്യം എന്ന് പറയുന്നത് ഡ്രോ എ റെക്ടാങ്കിൾ ആണ്. റെക്ടാങ്കിൾ അല്ലെങ്കിൽ നമുക്ക് വരയ്ക്കേണ്ട എന്താണ്? ചതുരമാണ് വരയ്ക്കേണ്ടത്. അപ്പൊ ചതുരം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ദാ ഈ ഒരു ഷേപ്പിൽ ഇരിക്കുന്ന ചിത്രമാണ് നമുക്ക് വരയ്ക്കേണ്ടത്. ഇനി എന്താണ് പെരിമീറ്റർ 15 അല്ലെങ്കിൽ ചുറ്റളവ് 15 മീൻസ് ഈ 4 സൈഡും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ എത്ര വരാവൂ മക്കളെ? 15 എന്ന് പറയുന്നത് കേട്ടല്ല. അപ്പൊ ഈ 4 സൈഡും കൂട്ടിക്കഴിഞ്ഞാൽ 15, അതാണ് പെരിമീറ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈഡ് എടുക്കാൻ പറ്റുമോ? ഇപ്പൊ ഇത് എനിക്ക് 15 കിട്ടിക്കണമെങ്കിൽ എനിക്ക് പല രീതിയിലാക്കാൻ പറ്റും. ഏതൊക്കെയാ രീതിയിലാക്കാൻ പറ്റും? നിങ്ങൾക്കറിയാം 9 6 കൂടെ കൂട്ടിയാലാണ് 15 എന്ന് പറയുമ്പോൾ ഈ സൈഡ് 4.5 എടുക്കാം, ഈ സൈഡ് ഒരു 3, അങ്ങനെ ആകുമ്പോ ഇത് പിന്നെയും 4.5 ആവും, ഇത് പിന്നെയും 3 കൂട്ടിക്കഴിഞ്ഞാൽ 15 കിട്ടുമല്ലോ. 4 4 9 9 3 12 3 15. അങ്ങനെ എടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഇങ്ങനെ ഒരിക്കലും നമുക്ക് അളവുകൾ എടുക്കാനായിട്ട് പറ്റില്ല. എന്തുകൊണ്ട്? ഈ വരി കാരണം. സൈഡ്സ് ഇൻ ദ റേഷ്യോ 3:4. ഇവരുടെ സൈഡുകൾ തമ്മിലുള്ള റേഷ്യോ എത്രയാകാവൂ? 3:4 ആയിരിക്കണം. അപ്പൊ സൈഡിന്റെ റേഷ്യോ പറഞ്ഞിട്ടുണ്ടാണ്. വീതിയും നീളവും ഏത് റേഷ്യോയിലായിരിക്കണം? 3:4 ആയിരിക്കണം. അതുകൊണ്ട് എനിക്ക് ഇഷ്ടമുള്ള ഒരു അളവെടുത്ത് 15 ആക്കിയാൽ പറ്റില്ല. അപ്പൊ നമുക്ക് 15 സെന്റിമീറ്റർ എന്താണെന്ന് മനസ്സിലാക്കണം. പെരിമീറ്റർ ആണ് 15. നമുക്കറിയാം ഒരു റെക്ടാങ്കിളിന്റെ പെരിമീറ്റർ അല്ലെങ്കിൽ ചുറ്റളവ് കണ്ടുപിടിക്കാനുള്ള സമവാക്യമാണ് 2 × L + B. 2 × L + B ആണ് 15. എന്ന് വെച്ചാൽ നീളവും വീതിയും കൂടെ കൂട്ടി 2 വട്ടം ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 15 അല്ലെങ്കിൽ ചുറ്റളവ്. അവിടെ നിന്ന് നമുക്ക് L + B എന്ന് പറയുന്നത് എത്രയാണെന്ന് എഴുതാം. ഈ 2 ഗുണിച്ച 2 ഇപ്പുറത്ത് പോകുമ്പോൾ ഭാഗമാവും. 15ന്റെ പകുതി എത്ര? 7.5 സെന്റിമീറ്റർ എന്ന് കിട്ടും. അപ്പൊ മനസ്സിലാക്കേണ്ട എന്താണ്? ഈ നീളവും ഈ വീതിയും തമ്മിലുള്ള റേഷ്യോ ആണ് 3:4. അപ്പോ നമ്മൾ 7.5 എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? നീളവും വീതിയും കൂടെ കൂട്ടും. നീളവും വീതിയും ഏത് റേഷ്യോ ആയിരിക്കണം? 3:4. നീളവും വീതിയും തമ്മിലുള്ള നീളം എത്രയാണ്? 7.5. അതുകൊണ്ട് നമുക്ക് വരയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കാൻ നേരത്തെ ഒരു വര ഏതായിരിക്കണം? 7.5. അതിനെ ഏത് റേഷ്യോ മുറിക്കണം? 3:4. ഇനി നിങ്ങൾ മനസ്സിലാക്കുക, ഈ 3:4 ആക്കാൻ പറ്റുന്ന അളവ് ഏതാണ്? 7 സെന്റിമീറ്ററിനെ 3 സെന്റിമീറ്റർ എന്നും 4 സെന്റിമീറ്റർ എന്നും എടുത്താൽ ഏത് റേഷ്യോ തന്നെ? 3:4. അപ്പൊ നമുക്ക് 7.5 നമുക്ക് എന്താക്കണം? ഇത് എന്തുകൊണ്ടാണ്? നീളവും വീതിയും തമ്മിലുള്ള റേഷ്യോയാണ് 3:4. നീളവും വീതിയും കൂടെ കൂട്ടിയ എത്ര? 7.5. അപ്പൊ നമുക്ക് വരയ്ക്കാൻ വേണ്ടി ആദ്യമേ എടുക്കേണ്ടത്, നമുക്ക് വരയ്ക്കേണ്ടത് ചതുരമാണ്, ഓക്കെ, പക്ഷെ സൈഡുകൾ തമ്മിലുള്ള റേഷ്യോ 3:4. അതുകൊണ്ട് ആദ്യമേ നമ്മൾ ഏതെടുക്കണം? 7.5 വരയ്ക്കണം. ഫസ്റ്റ് നമുക്ക് വരയ്ക്കേണ്ട വര ഏതാണ്? 7.5. എന്നിട്ട് ചരിച്ച് വരയ്ക്കേണ്ട ഏതാണ്? വെറും 7. ഇത് നോക്കിക്കോ, ആദ്യമേ ഞാൻ 7.5 സെന്റിമീറ്റർ വരയ്ക്കുന്നു. കണ്ടല്ലോ, 7.5. അപ്പൊ ഈ വരച്ചത് എത്ര സെന്റിമീറ്റർ? 7.5. എന്നിട്ട് ചരിച്ച് എത്ര വരയ്ക്കണം എന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. ചരിച്ച് എത്ര വരയ്ക്കേണ്ട? 7. ചരിച്ച് ഇതാ കറക്റ്റ് 7 വരയ്ക്കുക. ഓക്കെ ആണ്. ചരിച്ച് 7 വരയ്ക്കുക. എന്നിട്ട് 7നകത്ത് എത്ര മാർക്കണം? 3:4 ആണ്. അപ്പൊ 7നെ തന്നെയാണ് 3:4. അതുകൊണ്ട് 3ന്റെ അവിടെ ഒരു ഡോട്ട് ഇട്ടിരുന്നാൽ മതി. 3 സെന്റിമീറ്ററിന്റെ അവിടെ ഡോട്ട് ഇടുക. ഇട്ടല്ലോ. എന്നിട്ട് എന്ത് ചെയ്യാ? ഇത് തമ്മിൽ യോജിപ്പിക്കുക. ഓക്കെ, സെറ്റ് ആണ്. എന്നിട്ട് അടുത്ത പരിപാടി എന്താണ്? അതാണ്ട് ഇതിന് പാരലൽ ആയിട്ട് മറ്റേ പോയിന്റ് കൂടെ വരയ്ക്കണം. അറിയാലോ, ഇതുവഴി വരയ്ക്കണം. ഓക്കെ ആണ്. എല്ലാവർക്കും കാണാൻ പറ്റും. ദാണ്ട ഇത് വരച്ചു വെച്ചു. അപ്പൊ നമ്മുടെ ഈ 7.5 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ നീളവും വീതിയും കൂടെ കൂട്ടിയതാണല്ലോ 7.5. അതിനെ ഏത് റേഷ്യോ മുറിച്ചു? 3:4. റേഷ്യോ എത്ര? 3:. അപ്പൊ ഇതാണ് 3 റേഷ്യോ, ഇതാണ് നമ്മുടെ 4 റേഷ്യോ. ഇവിടെയാണ് നമുക്ക് എന്തുണ്ടാക്കി എടുക്കേണ്ടത്? ഈ റെക്ടാങ്കിൾ വരയ്ക്കേണ്ടത്. അതിലെ ഒരു സൈഡ് ഇതും ഒരു സൈഡ് ഇതും അറിയാം. ഇനി ഈ റെക്ടാങ്കിൾ വരയ്ക്കാൻ താഴോട്ടുള്ള ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കും? 90 ഡിഗ്രി. അപ്പൊ ഇവിടുന്ന് 90 ഡിഗ്രി താഴോട്ട് വരച്ചിടുക. അപ്പൊ എളുപ്പമുണ്ട് നമുക്ക് കണക്ട് ചെയ്യാനായിട്ട്. അപ്പൊ ദാണ്ട് ഈ പോയിന്റിലാണ് ഞാൻ പ്രൊട്ടാക്ടർ കൊണ്ട് വെക്കുന്നത്. കണ്ടല്ലോ, ഇതുപോലെ പ്രൊട്ടാക്ടർ വെക്കുക. കൃത്യം വരച്ചാൽ നമുക്ക് കൃത്യമായിട്ട് അടിപൊളി പടം കിട്ടും. ദാണ്ട് 90 ഡിഗ്രി മാർക്ക് ചെയ്തു. കഴിഞ്ഞില്ല, ഈ പോയിന്റിലും 90 ഡിഗ്രി വരച്ച് താഴോട്ട് ഇടണം. അപ്പൊ നമുക്ക് റെക്ടാങ്കിൾ വരയ്ക്കാൻ എളുപ്പം. എന്തുകൊണ്ടാണ്? റെക്ടാങ്കിൾ ഒരു ആംഗിൾ എത്ര? 90. അതിന് വേണ്ടി എന്ത് ചെയ്യുന്നു? 90 ഡിഗ്രി ഇവിടെ മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ആ ലൈൻ എന്ത് ചെയ്യുന്നു? ഈ ലൈനും ആ 90 ഡിഗ്രി ലൈനിന്റെ പോയിന്റ് എന്താണ്ട് 90 ഡിഗ്രി താഴോട്ട് വരച്ചു. ഇനി ഇവിടെ നിന്നും 90 ഡിഗ്രി എന്ത് ചെയ്തു? താഴോട്ട് വരച്ചു. 90 ഡിഗ്രി ലൈനാണ് താഴോട്ട് വരച്ചത്. കഴിഞ്ഞില്ല, നമുക്ക് വേണ്ടുള്ള സൈഡ് ഏതാണ്? ഈ സൈഡിലോട്ട് വരുന്നത് ഏതാണ്? ഈ വീതി അല്ലേ? വീതി എന്ന് പറയുന്ന ഈ റേഷ്യോ ആണെന്ന് എടുക്കുന്നു. 3 എന്ന് പറഞ്ഞ റേഷ്യോ ആണ് ഞാനിപ്പോ കോമ്പസിൽ എടുക്കണ്ടല്ലോ. ഈ ലെങ്ത് കോമ്പസിൽ എടുക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നത്? ഇവിടെ കട്ട് ചെയ്യുന്നു. അതോടൊപ്പം അത് മാറ്റരുത്, ഈ അളവ് മാറ്റാതെ ഇവിടെ കുത്തിക്കൊണ്ട്
ദാ ഇവിടെ കട്ട് ചെയ്യുന്നു. കണ്ടല്ലോ, നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ. എന്നിട്ട് അപ്പൊ നമുക്ക് 2 പോയിന്റ് കിട്ടിയില്ലേ? ദാ ഇവിടുത്തെ പോയിന്റ് കിട്ടി. ഇങ്ങനെ ഈ പോയിന്റും നമ്മളെ ചേർത്ത് വരച്ചു. ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്നതാണ് നമ്മുടെ പെരിമീറ്റർ 15 ഉള്ള എന്ത് റെക്ടാങ്കിൾ എന്ന് പറയുന്നത്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ 46ാമത്തെ പേജിലെ ചോദ്യമാണ് ഇത്. നമുക്ക് എന്ത് തന്നിരിക്കുന്നത്? ഡ്രോ എ ട്രയാങ്കിൾ ഓഫ് ഈച്ച് ഓഫ് ദ ടൈപ്പ്. 3 തരത്തിലുള്ള ത്രികോണം വരയ്ക്കണം. 3 എണ്ണം വരയ്ക്കണം. പക്ഷെ ആ ഓരോ ത്രികോണത്തിന്റെയും പെരിമീറ്റർ എത്ര തന്നെ? 13. അല്ലെങ്കിൽ ചുറ്റളവ് എത്ര തന്നെ? 13. ഒന്നാമത് വരയ്ക്കേണ്ട ത്രികോണം എന്ന് പറയുന്നത് ഇക്വിലാറ്ററൽ ആണ്, അല്ലെങ്കിൽ സമഭുജ ത്രികോണമാണ്. നമുക്ക് വരയ്ക്കേണ്ടത് സമഭുജ ത്രികോണം. എന്തുവായിരുന്നു മക്കളെ ഇക്വിലാറ്ററലിന്റെ പ്രത്യേകത? എല്ലാ സൈഡും ഈക്വൽ ആയിട്ടുള്ള ഒരു ട്രയാങ്കിൾ ആണ് വരയ്ക്കേണ്ടത്. നമുക്ക് ഒരു ട്രയാങ്കിൾ വരയ്ക്കണം. ABC എന്ന് മനസ്സിൽ കാണണം. ആ ABയും ആ BCയും ആ CBയും കൂടെ കൂട്ടി എത്ര വരാവും? 13. അത് നിങ്ങൾക്കറിയാം. അതോടൊപ്പം ഇത് മൂന്നും എന്തോന്നാണ്? ഈക്വൽ ആണ്. എന്താ കാര്യം? ഇക്വിലാറ്ററൽ അല്ലെങ്കിൽ സമഭുജ ത്രികോണം. അപ്പൊ നമുക്ക് തന്നേക്കുന്ന ഒരളവ് അറിയാം 13. അതിനെ എത്ര പാർട്സ് ആക്കണം? 3. എന്തുകൊണ്ടാണ്? പിന്നെ ഞാൻ പറയുന്നു 13നെ എത്ര പാർട്സ് ആക്കണം? 3 ഈക്വൽ പാർട്സ് ആക്കണം. 3 കഷ്ണങ്ങളാക്കണം. എന്താ കാര്യം? അല്ലെങ്കിൽ 3 സമഭാഗങ്ങൾ ആക്കണം. എന്താ കാര്യം? ചോദ്യം എന്ത് വരയ്ക്കാനാണ്? ഇക്വിലാറ്ററൽ അല്ലെങ്കിൽ സമഭുജ ത്രികോണം. എല്ലാ സൈഡും ഈക്വൽ ആണ്. അതുകൊണ്ട് 13നെ 3 ആക്കണം. 13നെ 3 ആക്കണമെങ്കിൽ നമുക്ക് പാരലൽ ലൈൻ വേണം. 13ന്റെ കാര്യം വരയ്ക്കണമെങ്കിൽ ഇതുപോലെ ആക്കാൻ പറ്റുന്ന ഒരു അളവ് ചിന്തിക്കണം. 12 സെന്റിമീറ്ററിനെ നമുക്ക് 4 ആക്കാനും പറ്റും. അപ്പൊ രണ്ടളവും കിട്ടിയാലേ 13 താഴെ വരയ്ക്കണം. അപ്പൊ നിങ്ങൾക്കറിയാം ഒന്നാമത്തെ പടമാണ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത്. ശ്രദ്ധിച്ച് കണ്ടോ. ഒന്നാമത്തെ ത്രികോണം വരയ്ക്കാൻ പോവാണ്. ആദ്യം വരയ്ക്കേണ്ട ഏതാണ്? 13. സെറ്റ് ആണ്. 13 വരയ്ക്കണം. അതാ 13 ഇവിടെ 13ന്റെ അവിടം വരെ വരച്ചു. ഓക്കെ, സെറ്റ് ആണ്. ഈ വരച്ചത് എത്ര? 13. ഇനി ചരിച്ചെത്ര വരയ്ക്കണ്ടേ? 12. ചരിച്ചെത്ര വരയ്ക്കണം? 12. ചരിച്ചെത്ര വരയ്ക്കണം? 12. അപ്പൊ ദാ റെഡി ആക്കുക. 12 എന്ത് കറക്റ്റ് ആയിട്ട് വെക്കണേ? സ്കെയിലൊക്കെ കൃത്യമായി വരച്ചില്ലെങ്കിൽ കൃത്യമായിട്ട് കിട്ടത്തില്ല. 12 എവിടെ? 12 ദാ 12നെ അവിടെ കൊണ്ട് നിർത്തുക. ഇനി എത്ര മാർക്ക് ചെയ്യണം? 4 എന്ന് മാർക്ക് ചെയ്യണം. എന്നാലേ റേഷ്യോ ഇക്വിലാറ്ററിന്റെ വരും. അപ്പൊ 4 കഴിഞ്ഞാൽ 8 കുത്തണം. കണ്ടല്ലോ? 4. അപ്പൊ ഈ നീളം 4, ഈ നീളം 4, ഈ നീളവും 4. ഈ താഴത്തെ നീളം എത്ര? 13. ഈ ടോട്ടൽ ലെങ്ത് എത്ര? 12. ഓക്കെ, എന്നിട്ട് എന്താ ചെയ്യേണ്ടത്? നിങ്ങൾക്ക് അറിയാമല്ലോ. ഈ 2 പോയിന്റ് കൂടെ യോജിപ്പിക്കണം. ഇതിപ്പോ ഒരുപാട് പടം നമ്മൾ ഇന്ന് വരച്ചു. എന്നിട്ട് എന്താ ചെയ്യേണ്ടത്? ഇതിന് പാരലൽ ആയിട്ട് ഈ സൈഡിന് പാരലൽ ആയിട്ട് ഇങ്ങനെ വരച്ചു പോകണം. അപ്പൊ അതുകൊണ്ട് കൃത്യമായിട്ട് ഇച്ചിരി നീളത്തിൽ പിടിക്കണേ. ഏതാണ്ട് ഇങ്ങനെ പിടിക്കണേ കറക്റ്റ് ആയിട്ട്. നമ്മുടെ സെറ്റ് സ്ക്വയർ വെച്ചാൽ മാത്രം പോരാ, ആരെയും കൂടെ കൊണ്ടുവരണം. സ്കെയില് റെഡിയാക്കിയേ. നിരക്കാൻ പോവാണ്. നിരക്കി ഇവിടെ കൊണ്ടുവരിക. ആദ്യത്തെ പോയിന്റിലേക്ക് കൊണ്ടുവരിക. പയ്യെ കൊണ്ടുവന്നാൽ മതി. നിരക്കി പയ്യെ കൊണ്ടുവന്ന് അവിടെ വെച്ചിട്ട് വരയ്ക്കുക. വരയ്ക്കുക. ഒറ്റ കൈയിലല്ല, 2 കൈയിൽ ഉപയോഗിച്ച് വരയ്ക്കണം. ഓക്കെ, അത് സെറ്റായി. അടുത്തതാ ഒന്നുകൂടെ ഇവിടെ കൊണ്ടുവരിക. ഈ പോയിന്റിന്റെ അവിടെ കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യുക? വരയ്ക്കുക. ഓക്കെ ആണ്. ഇതുപോലെ വരച്ചേർത്തു. കണ്ടല്ലോ? അപ്പോ നമ്മുടെ 13 സെന്റിമീറ്റർ എന്ന നീളം എത്ര പാർട്ടായി? 3 പാർട്ടായി. ഈ 3 പാർട്ടും ഈക്വൽ ആണെന്നറിയാം. എന്തുകൊണ്ടാണ്? ഇക്വിലാറ്ററൽ ആണ്, അല്ലെങ്കിൽ നമ്മൾ 3 ഭാഗമാണ് ആക്കിയത്. അപ്പൊ നമ്മൾ എന്ത് എടുക്കണം? കോമ്പസ് എടുത്ത് നമുക്ക് എന്തോ വരയ്ക്കേണ്ടേ? മറക്കരുത്. ഈ ചോദ്യത്തിൽ നമുക്ക് എന്തുവായിരുന്നു വരയ്ക്കേണ്ടത്? ട്രയാങ്കിൾ. അപ്പൊ ഇവിടെ ഒരു ട്രയാങ്കിൾ വരയ്ക്കണം. അതിനുവേണ്ടി കോമ്പസ് എടുക്കുക. ഈ നീളം ഇതാണല്ലോ നമ്മുടെ 13ന്റെ 3 കഷ്ണം. അത് കോമ്പസിൽ എടുത്തു. കണ്ടല്ലോ? കോമ്പസിൽ ഞാൻ എടുത്തു. ഇവിടെ ഒരു ആർക്ക് കട്ട് ചെയ്തു. കഴിഞ്ഞില്ല. ഇവിടെ കുത്തിക്കൊണ്ട് മുകളിലും ഒരു ആർക്ക് കട്ട് ചെയ്യുക. കണ്ടല്ലോ? പോയിന്റ് കിട്ടി. ഇവിടുത്തെ പോയിന്റ് കിട്ടി. അപ്പൊ ഈ വരച്ചെടുക്കുന്നതാണ് നമ്മുടെ എന്ത് ട്രയാങ്കിള്? ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. നമ്മുടെ ഇതെന്തരാണ്? ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ്. നമ്മുടെ ഇതെന്തരാണ്? ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. അപ്പൊ ഒന്നാമത്തെ ചോദ്യം കംപ്ലീറ്റ്. ഈ വരച്ചു ചേർത്ത പടമാണ് എന്ത് പടം? ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. അപ്പൊ ഒന്നാമത്തെ പടം കഴിഞ്ഞു. ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ പെരിമീറ്റർ എത്രയാണ്? ഈ 3 സൈഡോടെ കൂട്ടി എത്ര തന്നെയായിരിക്കും? പെരിമീറ്റർ 13 ആയിരിക്കും. പേര് കൊടുത്തേക്ക് ABC. അപ്പൊ ABC കൂട്ടിക്കഴിഞ്ഞാൽ എത്രയായിരിക്കും? ABയും BCയും എന്താണ്? ACയും കൂടെ കൂട്ടി എത്രയായിരിക്കും? 13. ഇനി വരയ്ക്കേണ്ട എന്താണ്? സൈഡ്സ് ഇൻ ദ റേഷ്യോ 3:4 ഉള്ള ഒരു ട്രയാങ്കിളാ വരയ്ക്കേണ്ടത്. ഇനി രണ്ടാമതായിട്ട് വരയ്ക്കേണ്ട ചിത്രം എന്ന് പറയുന്നത് സൂക്ഷിച്ചോണം. സൈഡ് 3ഉം 4ഉം 5 ആണ്. ഈ ട്രയാങ്കിളിന്റെ ഒരു സൈഡ് 3 റേഷ്യോ ആണെങ്കിൽ മറ്റേ സൈഡ് 4ഉം മറ്റേ സൈഡ് 5ഉം. അങ്ങനെയാണ്. നമ്മുടെ സൈഡ് എത്ര? 13. അപ്പൊ നിങ്ങൾ പിന്നെയും ചിന്തിക്കണം. 13 സെന്റിമീറ്റർ ഉണ്ട്. ആ 13 സെന്റിമീറ്ററിനെ മുറിക്കേണ്ടത് ഏത് റേഷ്യോ ആണ്? 3:4:5.
3:4:5 ആയിട്ടാണ് മുറിക്കേണ്ടത്. ഇനി മുറിക്കാൻ പറ്റുന്ന അളവ് ഏതാ? 5 4 9 3 12. 12 സെന്റിമീറ്ററിനെ 3 സെന്റിമീറ്റർ എന്നും 4 സെന്റിമീറ്റർ എന്നും 5 സെന്റിമീറ്റർ എന്നും മുറിച്ചാൽ ഈ റേഷ്യോ കിട്ടും. അപ്പം താഴെ ഏത് വരയ്ക്കാം? 13. സൈഡിൽ ഏത് വരയ്ക്കാം? 12. അതിനെ 3 4 5 ആക്കുമ്പോൾ ഏത് റേഷ്യോ കിട്ടും? 3:4:5. അപ്പൊ നമുക്ക് ഇങ്ങോട്ടേക്ക് വരയ്ക്കാം. നമുക്ക് ഒരു പടവും കൂടെ വരയ്ക്കാനുണ്ടെന്ന് മനസ്സിൽ വിചാരിച്ചോണം. എന്തുകൊണ്ട്? മൂന്നാമത്തെ ഒരു പടം ഉണ്ടല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വരയ്ക്കേണ്ടത്. ആ സൈഡിലോട്ട് വരയ്ക്കുകയാണ്. പഠിച്ചോണം, നമ്മുടെ പടം താഴെ വരും, അതുകൊണ്ട് സൂക്ഷിച്ചൊക്കെ വരയ്ക്കുക. ട്രയാങ്കിൾ താഴെ വരുവേ, നിങ്ങളും വരയ്ക്കുമ്പോൾ നോക്കണം. അപ്പൊ 13 നമുക്ക് വരയ്ക്കേണ്ടത്. അപ്പൊ നമുക്ക് 13 വരയ്ക്കണം. അതിനുവേണ്ടി 13 ഞാൻ വരച്ചിട്ടു. 13 ഇവിടെ, 13 ഇവിടെ, ഇവിടെയാണ് 13. അപ്പൊ 13 വരച്ച്. ഇനി ചരിച്ച് വരയ്ക്കേണ്ട എത്രയാണ്? 12. ചരിച്ച് വരയ്ക്കുകയാണ്. 12 സെന്റിമീറ്റർ ചരിച്ച് വരയ്ക്കണം. ചരിച്ച് 12 ഇവിടെ, 12 ഇവിടെ, 12 എത്തി. ഇനി 12ൽ എത്ര മാർക്ക് ചെയ്യണം? 3 സെന്റിമീറ്റർ 4 സെന്റിമീറ്റർ 5. അപ്പൊ ആദ്യം 3ന്റെ അവിടെ ഒരു കുത്തു കുത്തി കേട്ടല്ലേ. അത് കഴിഞ്ഞിട്ടോ 4 സെന്റിമീറ്റർ കഴിഞ്ഞിട്ട് 3 കഴിഞ്ഞ് 4 എന്ന് പറയുമ്പോൾ എവിടേക്ക് എത്തും? 7 ഒരു കുത്തും കൂടെ കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ഇത് രണ്ടും കൂടെ യോജിപ്പിക്കുക. ഇത് രണ്ടും കൂടെ എന്ത് ചെയ്യുക? യോജിപ്പിക്കുക. ഇത് രണ്ടും കൂടെ യോജിപ്പിക്കുന്നുണ്ട്. ഈ ലൈനും ഈ ലൈനൂടെ യോജിപ്പിച്ചു. ഓക്കെ ആണ്. ഇനി എന്താ പരിപാടി? ഈ ലൈന് അതേപടി പാരലൽ ലൈൻ എവിടെ കൂടെ പോകണമെന്ന് അറിയാല്ലേ? മറ്റേ പോയിന്റിൽ കൂടെ വരയ്ക്കണം. അപ്പം ഈ ലൈൻ അതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക? സെറ്റ് സ്ക്വയർ പിടിച്ചെടുത്തുക. എന്നിട്ട് നേരക്കി കൊണ്ടുവരിക. നേരക്കി ഇവിടെ കൊണ്ടുവരിക. അപ്പൊ ആദ്യത്തെ പാരലൽ ലൈൻ ഇവിടെ വരച്ചു. ഓക്കെ, സെറ്റ്. അടുത്ത പാരലൽ ലൈൻ വരയ്ക്കുന്ന നോക്കണം. ഇവിടെയും വരച്ചു. ഓക്കെ ആണ്. 2 പാരലൽ ലൈനും വരച്ചു. അപ്പൊ നമ്മുടെ ട്രയാങ്കിൾ എന്ത് ചെയ്തു? അല്ലെങ്കിൽ ട്രയാങ്കിളിന്റെ റേഷ്യോ എത്രയാണ്? 3:4:5 വരുന്ന സൈഡാണ്. അപ്പൊ ഇത് 3 ആണെങ്കിൽ ഇത് 4 ആണെങ്കിൽ ഇത് 5 ആയിരിക്കും. അങ്ങനെ നമ്മളെ 13 സെന്റിമീറ്ററിനെ 3 4 5 ആക്കിയേണ്ട. 3 4 5. ഓക്കെ ആണ്. അപ്പൊ ഈ ഓരോ അളവും നമുക്ക് വരയ്ക്കാം. അപ്പൊ ഒരു സൈഡ്, ട്രയാങ്കിളിന്റെ ഒരു സൈഡായിട്ട് ഈ AB എടുത്തു കഴിഞ്ഞാൽ ഇനി ഈ നീളം എടുത്ത് നമുക്ക് ആർക്ക് കട്ട് ചെയ്യണം. ഈ നീളവും നമ്മുടെ പടം വരപ്പിന് വേണം. അപ്പം ട്രയാങ്കിളിന്റെ ഒരു സൈഡ് AB തന്നെയാണ്. ഇനി ഈ നീളവും വരുത്തണം, ഈ നീളവും നമ്മൾ ഉപയോഗിക്കണം. അപ്പൊ അതിന് വേണ്ടി ഈ നീളം. അപ്പൊ ട്രയാങ്കിളിന്റെ ഒരു സൈഡ് ഇതാണ്. അതുകൊണ്ട് ഈ നീളം എടുത്തു. ഇവിടെ കുത്തി. ഇവിടെ ഒരു ആർക്ക് കണ്ടല്ലോ. ഞാൻ ആർക്ക് വരച്ചേ കണ്ടല്ലോ. ആർക്ക് വരച്ചേ കണ്ടല്ലോ. ഇനി ഇവിടെ കുത്തിക്കൊണ്ടാണ് വരച്ചത്. അത് മനസ്സിൽ വെച്ചോണം. ഈ നീളം എടുത്തു. ഇവിടെ കുത്തിക്കൊണ്ടാണ് ആർക്ക് വരച്ചത്. ഇനി ഏത് നീളമാണ് നമുക്ക് ട്രയാങ്കിളിന് വേണ്ടത്? ഈ നീളം ട്രയാങ്കിളിൽ എത്തിക്കണം. അതിനുവേണ്ടി എന്ത് ചെയ്യുക? ഇവിടെ കുത്തിക്കൊണ്ട് എവിടെ വെച്ചുകൊണ്ട്? ഇവിടെ തന്നെ വെച്ചുകൊണ്ട് ഇവിടെ ആർക്ക് ചെയ്യണം. മറ്റേ ടച്ച് ആയില്ല, അതിനുവേണ്ടി മറ്റൊന്നുകൂടെ വരയ്ക്കണേടാ. അപ്പൊ ഈ ആർക്ക് ഏതെന്ന് മനസ്സിലായി? നേരത്തെ വരച്ച ആർക്ക് ഒന്ന് നീട്ടി വരച്ചാൽ ഇത് തൊടും. ഓക്കെയാണ്. അപ്പൊ നേരത്തെ വരച്ച ആർക്ക് ഇതുപോലെ എന്ത് ചെയ്യുക? നീട്ടി വരയ്ക്കുമ്പോൾ മറ്റതുമായിട്ട് തൊട്ടു. കണ്ടല്ല. അപ്പൊ 2 പോയിന്റ് ഞാൻ വരച്ചണ്ടല്ലോ. എന്തെങ്കിലും ഒരു ഡൗട്ട്, ചെറിയൊരു ഡൗട്ട് വന്ന് കാണും. ഒന്നുമില്ല. ഈ നീളം ഉപയോഗിച്ച് ഈ ആദ്യത്തെ മുതൽ ഇവിടം വരെയുള്ള നീളം പേര് കൊടുത്താൽ AF എന്ന് പറഞ്ഞ നീളം ഉപയോഗിച്ച് ഇവിടെ കുത്തിക്കൊണ്ടാണ് ഏത് ആർക്ക് കട്ട് ചെയ്തത്? ഈ ആർക്ക് കട്ട് ചെയ്യുന്നത്. കണ്ട ഞാൻ ഇപ്പൊ വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് കാണാല്ലോ. ഈ ആർക്ക് കണ്ട ഞാൻ വരച്ചേർക്കുന്നുണ്ട്. ഈ ആർക്ക് വരച്ചത്. ഓക്കെ. അപ്പൊ ഈ പോയിന്റ് കിട്ടി. ഈ പോയിന്റിലേക്ക് എന്ത് ചെയ്താൽ മതി? വരച്ചു ചേർക്കുമ്പോൾ നമ്മുടെ 3:4:5 എന്ന് പറഞ്ഞ ട്രയാങ്കിൾ റെഡി. ഒരു സൈഡ് വരച്ചു ചേർത്തു. ഇനി എന്ത് ചെയ്യണം? ഈ സൈഡും വരച്ചു ചേർക്കണം. അപ്പൊ ഒരു ചരിഞ്ഞായിരിക്കും നമ്മുടെ ട്രയാങ്കിൾ ഇരിക്കുന്നത്. എന്തുകൊണ്ടാണ്? ആ റേഷ്യോ അങ്ങനെയാണ് കേട്ടോ. ആ റേഷ്യോ അങ്ങനെയാണ്. ഓക്കെ ആണ്. നമ്മുടെ ട്രയാങ്കിൾ റെഡി. അപ്പൊ ഇതാണ് നമ്മുടെ ട്രയാങ്കിൾ. ABC എന്ന് പറയുന്ന ട്രയാങ്കിളിന്റെ പ്രത്യേകത പെരിമീറ്റർ 13 തന്നെ, റേഷ്യോ 3:4:5 ആണ്. ഓക്കെ, അപ്പൊ നമ്മുടെ രണ്ടാമത്തെ ചിത്രം റെഡി. കഴിഞ്ഞില്ല. ഇനി ഒരു ചിത്രം കൂടെ നമുക്ക് വരയ്ക്കണം. മൂന്നാമത്തെ ഒരു ചിത്രം. എന്തോ പ്രത്യേകത? നമുക്ക് വരയ്ക്കേണ്ടത് ഐസോസെലസ് ആണ്. മക്കളെ, എന്താണ് ഐസോസെലസ് എന്ന് വെച്ചാൽ? അല്ലെങ്കിൽ സമപാർശ്വം എന്ന് വെച്ചാൽ എന്താ? സമപാർശ്വ ത്രികോണം. രണ്ടും ട്രയാങ്കിൾ ആണ്. ഐസോസെലസ് ട്രയാങ്കിൾ അല്ലെങ്കിൽ സമപാർശ്വ ത്രികോണം എന്ന് വെച്ചാൽ എന്താ അർത്ഥം എന്ന് ചോദിച്ചാൽ ഇത്ര മാത്രമേ ഉള്ളൂ. ഇപ്പൊ ABC എന്ന് പറഞ്ഞ ട്രയാങ്കിൾ ആണ്. AC = BC ആയിരിക്കും. 2 സൈഡ് തുല്യമായിട്ടുള്ള ട്രയാങ്കിൾ ആണ് ഐസോസെലസ്. 2 സൈഡ് ഈക്വൽ ആയിട്ടുള്ള ട്രയാങ്കിളിനെ നമ്മൾ എന്ത് വിളിക്കും? ഐസോസെലസ് എന്ന് വിളിക്കും. ഇനി ഇവിടെ ചോദ്യത്തിൽ എന്താ വന്നത്? ലാറ്ററൽ സൈഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇവരാണ് ലാറ്ററൽ സൈഡ്. AC ഈ സൈഡും ഈ സൈഡിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? ലാറ്ററൽ സൈഡ് എന്ന് വിളിക്കുന്നത്. ലാറ്ററൽ സൈഡ് എന്ന് പറയുന്നത് കേട്ടല്ലേ. പാർശ്വവശങ്ങൾ എന്ന് പറയുന്നത് കേട്ടല്ലേ. പാർശ്വവശങ്ങൾ എന്ന് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ലാറ്ററൽ സൈഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇതുമാണ് ലാറ്ററൽ സൈഡ് അല്ലെങ്കിൽ പാർശ്വവശങ്ങൾ. അതെന്ന് പറയുന്നത് പാദത്തിന്റെ 1.5 മടങ്ങാണ്.
മീൻസ് ഇത് 1 സെന്റിമീറ്റർ ആണെങ്കിൽ 1ന്റെ 1.5 മടങ്ങ് എന്ന് പറയുമ്പോൾ എത്ര വരെ തന്നെ വരും? 1.5. 1ന്റെ 1.5 മടങ്ങ് എന്ന് പറയുമ്പോൾ 1.5. മനസ്സിലായോ? അപ്പൊ ഇത് 1 സെന്റിമീറ്റർ ആണെങ്കിൽ ഇത് 1.5യും 1.5 ആയിരിക്കും എന്ന് മനസ്സിലാക്കുക. അല്ലെങ്കിൽ ഇത് 2 സെന്റിമീറ്റർ ആണെങ്കിലോ ഇത് എത്ര ആയിരിക്കും? 3ഉം 3ഉം ആയിരിക്കും. എന്തുകൊണ്ടാ? 2ന്റെ 1.5 മടങ്ങ് 1.5 നമുക്ക് എങ്ങനെ എഴുതാം? 3/2 എന്ന് എഴുതാം. മീൻസ് 6/2 വരും. അല്ലെങ്കിൽ ഉത്തരം 3. കണ്ടോ, ഇവിടെ 2 വന്നാൽ 2ന്റെ 1.5 മടങ്ങ് എന്ന് പറയുന്നത് എത്രയാണ്? 3. അതുകൊണ്ട് ഇവിടെ 3ഉം 3ഉം വരും. ഇതുപോലത്തെ ഒരു ട്രയാങ്കിൾ വരയ്ക്കാനാണ് നമ്മളോട് പറഞ്ഞേക്കുന്നത് കേട്ടല്ലോ. ഇവിടെ 2 വന്നാൽ ഇവിടെ 3ഉം 3ഉം. ഇനി നമ്മുടെ ട്രയാങ്കിളിന്റെ ചുറ്റളവ് എത്ര? ഈ 3 സൈഡോടെ കൂട്ടി എത്ര വരാവും? 13. നമ്മുടെ ഐസോസിലസ് ട്രയാങ്കിൾ വരച്ചാലും ഈ 3 സൈഡോടെ കൂട്ടി എത്ര വരാവും? 13. അപ്പൊ 13 വരണം. റേഷ്യോ എങ്ങനെയാണ്? 1:3/2 ആണ് കേട്ടല്ലോ. ഒരു സൈഡ് 1 വരുമ്പോ ഇത് 1.5യും 1.5യും. ഈ 1.5 1.5 ഞാൻ 3/2 3/2 എന്നും വിളിച്ചത് കേട്ടല്ലേ. ഒരു സൈഡ് 1 സെന്റിമീറ്റർ, ഇവിടെ 3/2 3/2. ഇനി ഡബിൾ പറ. 2 എടുത്തു കഴിഞ്ഞാൽ അടുത്ത സൈഡ് 3ഉം അടുത്ത സൈഡ് 3ഉം വരും. 3 3 6 2 8 വന്ന്. ഇനി 3 ആണ് എടുക്കുന്നതെങ്കിൽ 1ന് പകരം 3 ആണ് എടുക്കുന്നതെങ്കിൽ 3 into എത്ര ടൈപ്പ്? 3/2 എന്ന് വരും. എന്ന് പറയുമ്പോൾ എത്ര? 9/2 വരും. എന്ന് പറയുമ്പോൾ 4.5 സെന്റിമീറ്റർ. ഈ സൈഡ് 4.5യും വരും, മറ്റേ സൈഡ് 4.5യും വരും. മനസ്സിലായോ? നമ്മുടെ ട്രയാങ്കിൾ, ഐസോസിലസ് ട്രയാങ്കിളിന്റെ ഈ സൈഡ് 3 എടുക്കുവാണെങ്കിൽ, ഇത് പാദം 3 എടുക്കുവാണെങ്കിൽ 3ന്റെ 1.5 മടങ്ങ്. 3ന്റെ 1.5 മടങ്ങ് എന്ന് പറയുമ്പോൾ 4.5. അതാ ഞാൻ ഇവിടെ ചെയ്തിട്ടുണ്ട്. 3ന്റെ 1.5 മടങ്ങ് എന്ന് പറയുമ്പോൾ into 3/2 ചെയ്യുമ്പോൾ 9/2 അല്ലെങ്കിൽ 4.5. ഇതും എത്ര തന്നെ വരും? 4.5. 4.5ഉം 4.5ഉം കൂടെ കൂട്ടി നിങ്ങൾക്കറിയാം 4.5 കൂട്ടി 9. 9നോട് 3 കൂട്ടിയ 12. അപ്പൊ ഒരു സൈഡ് എന്തെന്ന് എടുക്കണം? 12. താഴത്തെ സൈഡ് എത്ര തന്നെ? 13. സെറ്റ് ആണേ. നിങ്ങൾക്ക് മനസ്സിലായി? നമ്മൾ ഒരു ട്രയാങ്കിൾ, ഐസോസിലസ് ട്രയാങ്കിൾ ആ വരയ്ക്കാൻ പോകുന്നത്. ഒരു സൈഡ് 3 ആണെങ്കിൽ ഇവിടെ 4.5യും ഈ സൈഡ് 4.5യും വരുന്ന ഐസോസിലസ് ആണ്. രണ്ട് സൈഡ് 4.5 വന്ന ഐസോസ്. അപ്പൊ നമുക്ക് വരയ്ക്കേണ്ടത് 13 സെന്റിമീറ്റർ. റേഷ്യോ എന്ന് പറഞ്ഞാൽ 1:3/2 3/2. 1 1.5 1.5. പക്ഷെ ഇവിടെ നമ്മൾ എടുക്കുന്നത് 12. 12നെ നമ്മൾ എങ്ങനെ മുറിക്കും? 3 3 സെന്റിമീറ്റർ എന്നും 4.5 സെന്റിമീറ്റർ എന്നും 4.5 എന്നും മുറിക്കും. അപ്പൊ ആദ്യമേ നമ്മൾ എന്ത് വരയ്ക്കും? നമ്മൾ മൂന്നാമത്തെ ചോദ്യമാണ് ചെയ്യുന്നത്, മനസ്സിൽ വെച്ചോണം. അപ്പൊ നമ്മൾ ആദ്യം വരയ്ക്കേണ്ടത് നോക്കിയോ. നമ്മൾ ആദ്യം എന്ത് വരയ്ക്കും? 13 വരയ്ക്കും. ഏത് വരയ്ക്കും? 13. ഇതാ നോക്കിക്കോ, നമുക്ക് ഐസോസിലസ് ആണ് വരയ്ക്കേണ്ടത്. ഞാൻ ഈ 3 പടം ഒരുമിച്ചേ വരയ്ക്കത്തുള്ളൂ. വേറെ പേപ്പർ എടുത്താൽ കൊള്ളത്തില്ല, നിങ്ങൾക്ക് മനസ്സിലാവില്ല. അതുകൊണ്ടാണ് ഇതാ ഞാൻ 13 വരച്ചു. കണ്ടല്ലോ, 13. കറക്റ്റ് ഞാൻ വരച്ചത് 13 സെന്റിമീറ്റർ. ഓക്കെ ആണ്, ഞാൻ 13 സെന്റിമീറ്റർ വരച്ചു. ഇനി ഈ 13 സെന്റിമീറ്റർ ചരിച്ച് എത്ര വരയ്ക്കേണ്ടത് നിങ്ങളോട് ഞാൻ പറഞ്ഞു? 12. 12 എടുത്താൽ 3 4.5 4.5 എന്ന് പറയുന്ന ഏത് റേഷ്യോ അല്ലേ? 1 3/2 3/2 മീൻസ് നമ്മുടെ റേഷ്യോ എത്രയാണ്? ലാറ്ററൽ സൈഡ് 1.5 ടൈംസ് ദ ബേസ് ആണ്. ബേസ് 1 വരുമ്പോ മറ്റ് രണ്ട് സൈഡ് എത്ര വരും? 1.5 മടങ്ങ്. അപ്പൊ 1 വന്നാൽ 1.5 1.5 1.5 1.5 ഈ 3/2 3/2 എന്ന് എഴുതിയേക്കുന്നത്. 12നെ അതുപോലെ ഞാൻ ചെയ്തു നോക്കി. അപ്പൊ നമുക്ക് കിട്ടി 3 വന്നാൽ 3ന്റെ 1.5 മടങ്ങ് എന്ന് പറഞ്ഞാൽ 4.5. അപ്പൊ 4.5 4.5 3 ചെയ്താൽ ഏത് റേഷ്യോ തന്നെ? 1 1.5 1.5 തന്നെയാണ് മനസ്സിലാക്കി. അതിൽ നിന്ന് ഞാൻ വരയ്ക്കുന്നു ചരിച്ച് 12. നമ്മൾ ചരിച്ച് എത്ര എടുക്കുന്നു? 12. ചരിച്ച് എത്ര എടുക്കുന്നു? 12. സെറ്റ് ആണ്. 12 ആണ് ചരിച്ചെടുക്കുന്നത്. 12 ചരിച്ച്. ഓക്കെ ആണ്. അതാ ചരിച്ച് 12 എടുത്തു. ഓക്കെ ആണ്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ചരിച്ച് ഞാൻ 12 എടുത്തു. എന്നിട്ട് ഈ 12 സെന്റിമീറ്ററിനകത്ത് എങ്ങനെ മാർക്ക് ചെയ്യണം? അത് നമുക്കറിയാം. 3 4.5 4.5 ആണ്. അപ്പൊ 3 കഴിഞ്ഞിട്ട് ഇതാ ഇവിടെ ഒരു കുത്തിട്ടു. 4.5 3.5യുടെ കൂടെ 4.5 വിട്ട് 7.5 വരും. ഇപ്പൊ 7.5യുടെ അവിടെ ഒരു കുത്തിടുക. ആണ്ടെ കുത്തിട്ട്. എന്നിട്ട് എന്ത് ചെയ്യുക? ഈ രണ്ട് സൈഡും കൂടെ അങ്ങ് യോജിപ്പിക്കുക. ഈ രണ്ട് സൈഡും കൂടെ അങ്ങ് യോജിപ്പിക്കുക. സെറ്റ് ആണ്. ഇതാ രണ്ടും കൂടെ യോജിപ്പിച്ചു. അപ്പൊ എന്ത് കിട്ടി? ഇതാ സെറ്റ് സ്ക്വയർ ഇങ്ങനെ വന്നു. ഓക്കെ, സെറ്റ് ആണ്. ഇതാ സെറ്റ് സ്ക്വയർ എടുത്തു വെച്ചു. കണ്ടല്ലോ, സെറ്റ് സ്ക്വയർ കൊണ്ടുവച്ചു. നമുക്ക് എന്ത് ചെയ്യണം? ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യണം? പാരൽ ലൈൻസ് വരയ്ക്കണം. അറിയാമേ? അപ്പൊ ഇതാ സെറ്റ് സ്ക്വയർ കൊണ്ടുവച്ചു. അവിടെ കണ്ടല്ലോ, നിങ്ങൾക്ക് ആ പരിപാടി അറിയാമേ? ഞാൻ ഒരുപാട് തവണ കാണിച്ചു തന്നെയാണ്. ഇനി അത് പറയണ്ടല്ലോ. ദാ ഇവിടെ കൂടെ എന്ത് വരയ്ക്കുക? ഒരു പാരൽ ലൈൻ വരച്ചു. അടുത്ത ലൈനിൽ കൂടെ ദാ ഇവിടെ കൂടെ എന്ത് വരച്ചു? പാരൽ ലൈൻ വരച്ചു. ദാ ഇവിടെ എന്ത് വരച്ചു? പാരൽ. അപ്പൊ 13നെ ഏത് റേഷ്യോ മുറിച്ചു? 1:1.5:1.5. കേട്ടല്ലോ. അപ്പം പാദത്തിന്റെ 1.5 മടങ്ങാണ് ലാറ്ററൽ സൈഡ്. അതുകൊണ്ട് ഇവിടെ 1 വന്ന 1.5 1.5 ആണ് ഐസോസിലസിന് വേണ്ടത്. അല്ലെങ്കിൽ 3 വന്ന 4.5 4.5 ആണ്. അത് കണക്ക് 13ന്റെ ആണ് നമുക്ക് കിട്ടിയത്. അപ്പൊ 13ന്റെ ഒരു സൈഡ് നമ്മൾ കണ്ടുപിടിച്ചു. ഇതാണ്ട് ട്രയാങ്കിളിന്റെ ഒരു സൈഡാണ് AB. ഇനി ഒരു സൈഡ് ഇതാണ് BC എന്ന് എടുക്കണം. ഒരു സൈഡ് ഇതാ ഇതുമാണ്. അപ്പൊ AB അവിടെ നിലനിർത്തിക്കൊണ്ട് BC എടുത്ത് ഇവിടെയും വരയ്ക്കും, അപ്പുറത്തും വരയ്ക്കും. ഓക്കെയാണ്, ഐസോസിലസിന് വേണ്ടി. അപ്പൊ അതിനുവേണ്ടി എന്ത് ചെയ്യുക? കോമ്പസ് എടുക്കുക. ഇതാണ്ട് ഈ ലെങ്ത് ഏതാ? BC എന്ന് പറയുന്ന നീളം. BC എന്ന് പറഞ്ഞ നീളം കോമ്പസ് എടുക്കുക. കണ്ടല്ലോ, BC എന്ന നീളം ഞാൻ കോമ്പസിൽ എടുത്തു. എന്നിട്ട് ഇതാ B യിൽ കുത്തും.
ബിയിൽ കുത്തിക്കൊണ്ട് ഇതാ വലിയൊരു ആർക്ക് അങ്ങ് വരച്ചിടണേ. കണ്ടോ, വെച്ച് നീട്ടി അങ്ങ് വരച്ചിടുക. ഓക്കെ ആണ്. ഇനി ഇതാ ഡി എ എന്ന് പറയുന്ന നീളം ഞാൻ കോമ്പസിൽ എടുക്കും. ഡി എ എന്ന് പറയുന്ന നീളം ഞാൻ കോമ്പസിൽ എടുത്തു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, എ കുത്തുന്നു. എയിൽ കുത്തിക്കൊണ്ട് എന്ത് ചെയ്യുന്നു, ഞാൻ എന്താ ആർക്ക് കട്ട് ചെയ്യുന്നു. ഓക്കെ, അങ്ങനെ എന്ത് കിട്ടി, ഇതാ പോയിന്റ് കിട്ടി. ഇതാണ് നമ്മുടെ ഐസോസിലസ് ട്രയാങ്കിൾ. ഐസോസിലസ് ട്രയാങ്കിൾ എന്ന് പറയുന്നത് എന്താണ്ട് ഇങ്ങനെ ഇത് യോജിപ്പിക്കുക. അത് കണക്ക് എന്ത് ചെയ്യുക, ഇത് യോജിപ്പിക്കുക. ഓക്കെ ആണ്. ഇതാണ് നമ്മുടെ എന്ത് ഐസോസിലസ് ട്രയാങ്കിൾ. അപ്പൊ നിങ്ങൾ ചോദിക്കുക എന്തുകൊണ്ട് ഐസോസിലസ്? ഇതാ നോക്കുക, ഇതാ ഈ നീളം നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട് 4.8 എന്ന്. അപ്പൊ ഈ ചരിഞ്ഞ നീളം എത്ര തന്നെയാ നോക്ക്, 4.8. കണ്ടോ, അതാണ്ട് ഈ നീളവും കണ്ട ഇവിടെ ബി സി എന്ന് പറയുന്ന നീളവും എ ബി എന്ന് പറയുന്ന നീളവുമാണ് ഈക്വൽ. കണ്ട, എ ബി നീളവും ബി സി നീളവുമാണ് ഈക്വൽ. അപ്പൊ എ ബിയും ബി സി ഈക്വൽ ആണെങ്കിൽ ഇത് എന്ത് ട്രയാങ്കിളാ? ഐസോസിലസ് ട്രയാങ്കിൾ ആണ്. അതോടൊപ്പം അതിന്റെ പെരിമീറ്റർ എത്ര? 13. സെറ്റ് ആണ്. അപ്പൊ ഇതാണ് ഈ 3 ചോദ്യങ്ങൾ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്, കൃത്യമായി വരച്ചിട്ടുണ്ട്. അപ്പൊ വീഡിയോ പയ്യെ സ്ലോയിൽ കാണാൻ ശ്രമിക്കുക. ഇത് നല്ല ക്വാളിറ്റിയിലാണ്, 4K വീഡിയോ ആണ്. നിങ്ങൾ ക്വാളിറ്റി ചെക്ക് ചെയ്തിട്ടാണ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്കറിയാം യൂട്യൂബിൽ സെറ്റിംഗ്സിൽ ക്വാളിറ്റി മാറ്റിയിട്ടിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പൊ ഇത് നല്ല ക്ലാരിറ്റിയിൽ കാണാൻ പറ്റും. അപ്പൊ മാക്സിമം എനിക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ തന്നു കഴിഞ്ഞാൽ ഇതിന്റെ ബാക്കി ഭാഗങ്ങൾ വീഡിയോസ് ആയിട്ട് വരുന്നതാണ്. അപ്പം ഈ ഒരു വീഡിയോയിൽ നമ്മൾ മൊത്തം പടങ്ങളും വരച്ച് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്.